ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ കാലത്തിൻ്റെ ആഴങ്ങളിലേക്ക് സൂര്യപ്രകാശത്താൽ ചുട്ടുപൊള്ളുന്ന അറേബ്യയുടെ മരുഭൂമിയിലൂടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ദൂരം സഞ്ചരിക്കുന്നു. ലോകം മാറുന്നതിന് മുമ്പാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വാക്കുകൾ മണൽക്കൂനകളിൽ പ്രതിധ്വനിക്കുന്നതിന് മുമ്പ് പേർഷ്യയുടെയും ബൈസന്റീനത്തിൻ്റെയും സാമ്രാജ്യങ്ങൾ ഓർമ്മയിലേക്ക് തകരുന്നതിനു മുമ്പ്. ഇത് AD 6-ാം നൂറ്റാണ്ടാണ്. പെട്ര, പാൽമിറ, പെർസപ്പോളിസ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന നിയർ ഈസ്റ്റിലെ പുരാതന വ്യാപാര പാതകളിലൂടെ പാമ്പുകൾ പോലെ സഞ്ചരിക്കുന്ന ഒരു യാത്രാസംഘത്തോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇത് ആധുനിക ജോർദാൻ, സിറിയ, ഇറാഖ്, ഇറാൻ എന്നിവയെ ബന്ധിപ്പിക്കുന്ന വഴികളാണ്. പക്ഷേ അന്ന് അത് ധൂപവർഗത്തിൻ്റെയും ഗൂഢാലോചനയുടെയും ഒട്ടകങ്ങളുടെയും നാണയങ്ങളുടെയും ഗോത്രരാജാക്കന്മാരുടെയും മരുഭൂമിയിലെ പ്രവാചകന്മാരുടെയും ലോകമായിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ പ്രധാന കഥാപാത്രം ബരാക്കത്ത് എന്നൊരു ക്യാരവൻ നേതാവാണ്. അതായത് ക്യാരവൻ എന്നാൽ അക്കാലത്തെ ഒരു കൂട്ടം യാത്രക്കാർ. പലപ്പോഴും വ്യാപാരികൾ അല്ലെങ്കിൽ തീർത്ഥാടകർ സുരക്ഷയ്ക്കും പരസ്പര പിന്തുണയ്ക്കും വേണ്ടി ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് മരുഭൂമികളിലോ മറ്റ് അപകടകരമായ പ്രദേശങ്ങളിലോ. വർഷങ്ങളുടെ വ്യാപാരവും യാത്രയും കൊണ്ട് കഠിനനായ പണത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഒരു അറബ് വ്യാപാരിയാണ് ബരാക്കത്ത്. എന്നാൽ ഈ യാത്ര അയാളെ എന്നേക്കുമായി മാറ്റും എന്ന് അദ്ദേഹത്തിന് ഇതുവരെ അറിയില്ല. അദ്ദേഹം പേർഷ്യക്കാരെയും ബൈസന്റൈനുകളെയും പണ്ഡിതന്മാരെയും മിസ്റ്റിക്കുകളെയും കണ്ടുമുട്ടുകയും ഇസ്ലാമിൻ്റെ കൊടുങ്കാറ്റുയരാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് തനിക്കറിയാവുന്ന ലോകത്തിൻ്റെ അരികിൽ നിൽക്കുകയും ചെയ്യും. വഴിയിൽ നിങ്ങൾക്ക് കുന്തിരിക്കത്തിൻ്റെ മധുരമുള്ള ഗന്ധം അനുഭവപ്പെടും. ബൈസന്റൈൻ നാണയങ്ങളുടെ ഇരുമ്പ് മുഴക്കം കേൾക്കും. നിങ്ങളുടെ കൺപോളകളിൽ മണലുരയുന്നത് അനുഭവപ്പെടും. അധികം അടുപ്പം കാണിക്കരുത്. ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ ഭൂരിഭാഗവും ശുദ്ധരോ ബോധപൂർവമോ പുറത്തുവരുന്നില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിത് അതിജീവിക്കാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ കിടക്കയിൽ സുഖകരമാണ്. അതിനാൽ നമുക്കതിലേക്ക് വഴുതി വീഴാൻ അനുവദിക്കാം. അതിനാൽ നിങ്ങൾ സുഖമായി കിടക്കുന്നതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരു നിമിഷമെടുത്ത് സ്ലെംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഞാൻ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ദയവായി നിങ്ങളുടെ സ്ഥലവും പ്രാദേശിക സമയവും ഉപയോഗിച്ച് ഒരു അഭിപ്രായമിടുക. നിങ്ങൾ എവിടെ നിന്നാണ് എപ്പോൾ കേൾക്കുന്നുവെന്നറിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ലൈറ്റുകൾ മങ്ങിക്കുക. ആ മൃദുവായ പശ്ചാത്തല ശബ്ദത്തിനായി ഒരു ഫാൻ ഓണാക്കുക. ഇന്ന് രാത്രിയിലെ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് പോകാം. പെട്രയിൽ നിന്നാണ് അതാരംഭിക്കുന്നത്. അതെ, പോസ്റ്റ് കാർഡുകളിലോ ഇന്ത്യാന ജോൺസിലോ നിങ്ങൾ കണ്ടിട്ടുള്ള പ്രശസ്തമായ പാറക്കെട്ട് നഗരം. എന്നാൽ ഈ പെട്ര വിനോദസഞ്ചാരികളും സെൽഫി സ്റ്റിക്കുകളും കൊണ്ട് ഇഴഞ്ഞു നീങ്ങുന്നില്ല. അത് ജീവനോടെയുണ്ട്. കറുവപ്പട്ട പൊതികളുടെ ഭാരത്തിൽ കോവർ കഴുതകൾ കരയുന്നു. ഒരു നബാത്തിയൻ വ്യാപാരി തകർന്ന ചെരുപ്പിൻ്റെ വായിൽ ഗ്രീക്കിൽ ശപിക്കുന്നു. ആട്ടിൻകുട്ടിയുടെ കൊഴുപ്പ് വളഞ്ഞ ഈത്തപ്പഴ മരങ്ങൾക്കടിയിൽ തിളച്ചുമറിയുന്ന തുറന്ന അടുപ്പുകളിൽ നിന്ന് പുക ഒഴുകുന്നു. നമ്മുടെ ക്യാരവാൻ മാസ്റ്ററായ ബരാഗത്ത് ഒരു കൽത്തൂണിൽ ചാരി തലയിൽ ഇരുണ്ട കെഫിയെ പൊതിഞ്ഞ് ആർട്ടിമീഷ്യയുടെ ഒരു തണ്ട് ചവയ്ക്കുന്നു. അവൻ്റെ കണ്ണുകൾ മാർക്കറ്റ് പരിശോധിക്കുന്നു. സാധനങ്ങൾക്കല്ല, പുരുഷന്മാർക്കാണ്. വിശ്വസ്തർ, ബുദ്ധിമാന്മാർ. പൊട്ടിയ വെള്ളത്തിൻ്റെ തുകൽ സഞ്ചി ഏതൊരു കൊള്ളക്കാരനേക്കാളും മാരകമാണെന്നറിയുന്ന പുരുഷന്മാർ. അവൻ്റെ ക്യാരവാൻ 2 ദിവസത്തിനുള്ളിൽ പുറപ്പെടും. ലക്ഷ്യസ്ഥാനമോ പാൽമിറ. പക്ഷേ അത് തുടക്കം മാത്രമാണ്. അവസാന സ്റ്റോപ്പ് എല്ലാം ശരിയാകുകയാണെങ്കിൽ പെർസെപ്പോളിസാണ്. ഒന്നും ഒരിക്കലും ശരിയാകുന്നില്ല. നമ്മൾ പടിഞ്ഞാറോട്ട് പോകാത്തതെന്തുകൊണ്ടാണെന്ന് വീണ്ടും പറയൂ. ബെൽറ്റിലെ വെള്ളിക്കഠാര ശരിയാക്കിക്കൊണ്ട് അവൻ്റെ കസിൻ തമീർ പിറുപിറുക്കുന്നു. റോമൻ റോഡുകൾ എളുപ്പമാണ്. ബരാഗത്ത് കണ്ണ് ചിമ്മുന്നു പോലുമില്ല. കാരണം റോമൻ റോഡുകൾക്ക് റോമൻ നികുതികൾ ബാധകമല്ല. ലോകത്തിൻ്റെ ഈ ഭാഗത്ത് കാര്യങ്ങൾ അങ്ങനെയായിരുന്നു പ്രവർത്തിച്ചത്. അറേബ്യ ഒരു ശൂന്യതയായിരുന്നില്ല, അതൊരു കേന്ദ്രബിന്ദുവായിരുന്നു. 2 വൻ ശക്തികൾക്കിടയിലിരിക്കുന്നു. പടിഞ്ഞാറ് ബൈസാന്റൈൻ സാമ്രാജ്യവും കിഴക്ക് സസാനിയൻ പെർഷ്യൻ സാമ്രാജ്യവും. ബരാഗത്തിനെ പോലുള്ള അറബികൾ ഇടനിലക്കാരായിരുന്നു. ഇന്ത്യയിൽ നിന്ന് കുരുമുളക്, ചൈനയിൽ നിന്ന് പട്ട്
എന്നിങ്ങനെ ആർക്കും ഒരിക്കലും സ്ഥിരീകരിക്കാൻ കഴിയാത്ത നിരവധി കഥകളും അവർ കൊണ്ടുവന്നു. 6-ാം നൂറ്റാണ്ടോടെ അതിന്റെ സ്വാധീനം മങ്ങാൻ തുടങ്ങിയിരുന്നുവെങ്കിലും ഈ കാലഘട്ടത്തിൽ പെട്ര വ്യാപാരത്തിന്റെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നുവെന്ന് മുഖ്യധാരാ ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു. എന്നാലിതാ വിചിത്രമായ വഴിത്തിരിവ്. ചില ഫ്രഞ്ച് സൈദ്ധാന്തികർ വിശ്വസിക്കുന്നത് പെട്ര വെറുമൊരു വ്യാപാര നഗരമല്ല, മറിച്ച് ഒരു ആചാരപരമായ ഒന്നായിരുന്നു. അവിടെ മരുഭൂമിയിലെ ഗോത്രങ്ങൾ വിപുലമായ ധൂപവർഗ ചടങ്ങുകൾ ഉപയോഗിച്ച് രക്തച്ചൊരിച്ചിൽ പരിഹരിക്കാൻ ഒത്തുകൂടി. പരസ്പരം മണക്കാൻ ശ്രമിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ കൂടാരങ്ങളിൽ ഒത്തുകൂടുന്ന യുദ്ധപ്രഭുക്കളെ ചിത്രീകരിക്കുക. വിചിത്രമാണോ? ഒരു പക്ഷേ. എന്നാൽ പെട്രയുടെ കല്ലിൽ വളരെ വിചിത്രമായ ആചാരങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഗ്രാഫിറ്റികളുണ്ട്. ബറഗത്ത് കണ്ണിറുക്കുന്ന ഒരു വൃദ്ധയിടയനുമായി ഒട്ടകവിലകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു നിഴൽ സ്റ്റോളിന് കുറുകെ വീഴുന്നു. മിലിഞ്ഞ സൂര്യതാപമേറ്റ പുരികത്തിന്റെ പകുതി നഷ്ടപ്പെട്ട ഒരു ദൂതൻ അസ്വസ്ഥതയോടെ കുമ്പിടുന്നു. ഹാത്രയിലെ സത്രപ്പിൽ നിന്ന് ഒരു ക്ഷണം, അദ്ദേഹം പറയുന്നു. ബറഗത്ത് ആ എഴുത്തു വാങ്ങുന്നു, പക്ഷേ അത് ഉടനടി വായിക്കുന്നില്ല. പേർഷ്യൻ നിയന്ത്രണത്തിലുള്ള പഴയ അസീറിയൻ ഹൃദയഭൂമിക്ക് സമീപമാണ് ഹാത്ര സ്ഥിതി ചെയ്യുന്നത്. വിശ്വസിക്കാൻ വളരെ കിഴക്കോട്ട്, അവഗണിക്കാൻ വളരെ അടുത്താണ്. അവർ നമ്മുടെ യാത്രയെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ബറഗത്ത് പിറുപിറുക്കുന്നു. അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുക, അല്ലെങ്കിൽ നിർത്തുക. തമിർ മറുപടി നൽകുന്നു. അകലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനം അടുത്തുള്ള ഒരു വസതിയിൽ നിന്ന് ഉയർന്നുവരുന്നു. ഇതിതുവരെ ഇസ്ലാം അല്ലെങ്കിലും നബാത്യക്കാരുടെ ബഹുദൈവാരാധന മന്ത്രങ്ങളാണിവ. സ്ഥാനികമായ ആരാധനകളും കടമെടുത്ത ഗ്രീക്ക് ആചാരത്തിന്റെ ഒരു ഭാഗവും കൂടിച്ചേർന്നതാണ്. ഈ ലോകത്തിലാരും ഒരു ദൈവത്തിനു മാത്രമുള്ളവരല്ല. അവർ അവരുടെ പന്തയങ്ങൾ സംരക്ഷിക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോഴും പെട്രാ പന്തത്തിന്റെ വെളിച്ചത്തിൽ പ്രകാശിക്കുമ്പോഴും ബരാഗത്ത് തന്റെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒട്ടകങ്ങളെ മറികടന്ന് ഒരു പാറക്കെട്ടിലേക്ക് കയറുന്നു. താഴെ ആൺകുട്ടികൾ കൽ ശവകുടീരങ്ങൾക്കിടയിൽ ആടുകളെ ഓടിക്കുന്നു. എവിടെയോ ആരോ ഒരു ഓടക്കുഴൽ മോശമായി വായിക്കുന്നു. അയാൾ തന്റെ ബെൽറ്റ് മുറുക്കുന്നു. മരുഭൂമി കാത്തിരിക്കുന്നു. ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് ഒരു സാമ്രാജ്യത്തിന്റെ തീന്ദ്രീകൃത ശക്തിയില്ലാതെ ഈ കാരവാൻ നേതാക്കൾ ഇത്രയും വിശാലമായ ലോജിസ്റ്റിക് ശൃംഖലകൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ്. ചിലർ വാദിക്കുന്നത് അത് ശുദ്ധമായ ഗോത്ര ഏകോപനമായിരുന്നു. മറ്റു ചിലർ ഏതൊരു സൈനിക ക്രമത്തെയും പോലെ കർശനമായ കോഡുകളുള്ള രഹസ്യ വ്യാപാരി ഗിൽഡുകളെക്കുറിച്ച് മന്ത്രിക്കുന്നു. എന്തായാലും ബരാഗത്ത് ആ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ലാഭത്തിനും ഉന്മൂലനത്തിനുമിടയിൽ ഒരു റേസറിന്റെ അരികിൽ നടക്കുന്ന ഒരാൾ. അർദ്ധരാത്രിയിൽ എഡസയിൽ നിന്നുള്ള ഒരു ഡ്രിഫ്റ്റർ അവരുടെ തീയുടെ അരികിലിരിക്കുന്നു. അവനൊരു പരിഹാസത്തിനു പകരമായി ഒരു പാത്രം പയർ കൂട്ടി വാങ്ങുകയും ഒരു സിംഹം ഒരു റോമൻ ഹെൽമറ്റിനെ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് പോലെ എടുത്തുകൊണ്ടുപോയത് അവൻ കണ്ടിട്ടുണ്ടെന്ന് സത്യം ചെയ്യുകയും ചെയ്യുന്നു. ബരാഗത്ത് ചിരിക്കില്ല. പാൽമിറയിലേക്കുള്ള വഴി സിംഹങ്ങൾക്ക് പരിചിതമല്ല. പക്ഷേ അപരിചിതമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചന്ദ്രോദയത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം തന്റെ കൂടാരത്തിലേക്ക് വിരമിക്കുന്നു. പുറത്ത് തമീർ പതുക്കെ തന്റെ കഠാര മൂർച്ച കൂട്ടുന്നു. അകലെ ഇടിമുഴക്കം മുഴങ്ങുന്നു. പക്ഷേ ആകാശത്ത് നിന്നല്ല, കിഴക്ക് നിന്ന്. പെട്രയിലെ പ്രഭാതം ഒഴുകിവരുന്ന കുങ്കുമം പോലെയാണ്. പതുക്കെ സ്വർണ്ണ നിറത്തിൽ അല്പം പൊടിപടലങ്ങൾ നിറഞ്ഞതാണ്. ഒട്ടകങ്ങൾ മുറുമുറുക്കുകയും അവയുടെ കെട്ടുകൾക്കെതിരെ നീങ്ങുകയും ചെയ്യുന്നു. ആകാശം മുഴുവൻ ഒരു ഇളം പിങ്ക് ഓറഞ്ച് നിറങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. മാലിന്യത്തിന്റെയും ജീരകത്തിന്റെയും നേരിയ ഗന്ധം. ഇന്ന് തുടക്ക ദിവസമാണ്. സൂര്യൻ വളരെ ഉയരുന്നതിനു മുമ്പ് കാരവാൻ പുറപ്പെടാൻ പോകുന്നു. അറേബ്യൻ മരുഭൂമിയിൽ ഏകദേശം രാവിലെ 9:07 ബറാഖത്ത് എല്ലാത്തിൻ്റെയും മധ്യത്തിൽ എപ്പോഴും എന്ന പോലെ അനായാസമായി നിൽക്കുന്നു. 50 ഒട്ടകങ്ങൾ, 20 കൂലിക്കെടുത്ത കാവൽക്കാർ, 17 വ്യാപാരികൾ, 4 പാചകക്കാർ, വളരെ ഉച്ചത്തിലുള്ള ഒരു തത്ത. എല്ലാം പാക്ക് ചെയ്തു, കെട്ടിവെച്ചു, 2 തവണ അനുഗ്രഹിച്ചു. ഉത്കണ്ഠാകുലനായ ഒരു വിവാഹ ആസൂത്രകനെ പോലെ താമിർ മൃഗങ്ങളെ വട്ടമിട്ടു നടക്കുന്നു. ആയുധങ്ങൾ പരിശോധിക്കുന്നു. അവസാനമായി ഒരാൾ ഉപ്പു മറന്നു എന്ന് പിറുപിറുക്കുന്നു.
പാൽമിറയിലേക്കുള്ള വഴി വെറും ദൈർഘ്യമേറിയതല്ല, അത് ജീവനുള്ളതാണ്. അത് മണൽക്കാട്ടുകളിലൂടെ ശ്വസിക്കുകയും മണൽക്കൂന്നുകളിലൂടെ മന്ത്രിക്കുകയും ചെയ്യുന്നു. ആ വഴിക്ക് കുറച്ച് നിയമങ്ങളുണ്ട്. എഴുതപ്പെടാത്തത്, അനൗദ്യോഗികം, പക്ഷേ തകർക്കാൻ കഴിയാത്തത്. ആദ്യത്തെ നിയമം: നിങ്ങൾ ടോൾ കൊടുക്കുക. ഗോത്രപ്രദേശങ്ങൾ പൊട്ടിയ മൺപാത്രങ്ങൾ പോലെ ഈ പ്രദേശത്തിലൂടെ കടന്നുപോകും. എല്ലാ 10-20 മൈൽ കഴിയുമ്പോൾ ആരെങ്കിലും ഒരു സമ്മാനം ആവശ്യപ്പെടും. ചിലപ്പോൾ നാണയങ്ങൾ, ചിലപ്പോൾ ഈത്തപ്പഴം. ഒരിക്കൽ അത് സീബ്ര പോലെ പെയിന്റ് ചെയ്ത ഒരു കഴുതയായിരുന്നു. അത് തിരിച്ചുള്ള യാത്ര അതിജീവിച്ചില്ല. ഇന്ന് പെട്രയിൽ നിന്ന് ബാനുതായ് ഗോത്രമാണ് 2 മണിക്കൂർ നേരത്തേക്ക് അവരെ തടയുന്നത്. അവരുടെ നേതാവ് കഴുകന്റെ കൊക്കുപോലെ മൂക്കുള്ള ഒരു മെലിഞ്ഞ മനുഷ്യൻ കുന്തം പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടതിലധികം പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് സുരക്ഷിതമായി കടന്നുപോകാം, അയാൾ മുറിഞ്ഞ ഗ്രീക്കിൽ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഒട്ടകം പാടിയാൽ മാത്രം. ബരാഖത്ത് ഒരു പുരികമുയർത്തി. പാടിയാൽ? ആ മനുഷ്യൻ തോൾ കുലുക്കി. ഞങ്ങളത് പാടുന്നത് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലുകൾ കേൾക്കും. തമീർ പല്ലുകൾ കൊണ്ട് ചീറ്റുന്നു. എന്നാൽ ബറാക്കത്ത് അവരുടെ ഏറ്റവും ശബ്ദമുള്ള കടുംപിടുത്തമുള്ള ഒട്ടകത്തെ, സൊരേയ എന്നു പേരുള്ള അവളെ അനുഗ്രഹിച്ചു. ചൂണ്ടിക്കാട്ടി കൈയടിച്ചു. സൂചന കിട്ടിയ പോലെ സൊരായ ഒരു നീണ്ട ഒപ്പരാറ്റിക്, തികച്ചും ദുഃഖകരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഗോത്രത്തലവൻ പുഞ്ചിരിക്കുന്നു. നല്ല ഗാനം. അങ്ങനെ റോഡ് വീണ്ടും തുറക്കുന്നു. ഇതുപോലുള്ള നിമിഷങ്ങളാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. മരുഭൂമി നിങ്ങളുടെ ശക്തിയെ മാത്രമല്ല പരീക്ഷിക്കുന്നത്, അത് നിങ്ങളുടെ സർഗാത്മകതയെയും പരീക്ഷിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ വോക്കൽ കോഡുകളെ പോലും. അവർ വടക്ക് കിഴക്കായി സഞ്ചരിക്കുമ്പോൾ ഭൂപ്രകൃതി സൂക്ഷ്മമായി മാറുന്നു. ചുവന്ന മണൽക്കല്ല് പരന്ന കുറ്റിച്ചെടികൾക്ക് വഴിമാറുന്നു. ചൂട് ഉയരുക മാത്രമല്ല, അത് വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. തലപ്പാവുകൾക്കടിയിൽ ചുരുണ്ടുകൂടുന്നു. പുരുഷന്മാർ വായിൽ തുണി കെട്ടാൻ തുടങ്ങുന്നു. പാചകക്കാർ ഇതിനകം തന്നെ ദേഷ്യത്തിലാണ്. വെള്ളം കൂടുതൽ കർക്കശമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. തമിർ തൻ്റെ ദൈനംദിന പരാതികൾ ആരംഭിക്കുന്നു. എന്തിനാണ് പേർഷ്യക്കാർ ഈ റോഡിലെ പൊടിപടലത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്? അദ്ദേഹം പെരുവിറുക്കുന്നു. ബരാക്കത്ത് തൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുടയ്ക്കുന്നു. കാരണം പൊടി സ്വർണവും രഹസ്യങ്ങളും വഹിക്കുന്നു. ഇത് അതിശയോക്തിയല്ല. ഈ റൂട്ട് പെട്ര, പൽമൈറ എന്നിവിടങ്ങളിൽ നിന്ന് പെർസപ്പോലിസ് വരെ നീളുന്നത് പുരാതന സുഗന്ധദ്രവ്യ വ്യാപാര ശൃംഖലയുടെ ഭാഗമാണ്. ഒരു കാലത്ത് സാമ്രാജ്യങ്ങളെ ധനസഹായം ചെയ്ത യുദ്ധങ്ങൾക്ക് കാരണമായ ഒരു വിതരണ ശൃംഖലയായിരുന്നു അത്. ഈ പാതകളുടെ മേലുള്ള നിയന്ത്രണം അന്ന് എണ്ണ പൈപ്പ് ലൈനുകൾ പോലെ തന്നെ പ്രധാനമായിരുന്നുവെന്ന് മുഖ്യധാരാ ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു. എന്നാൽ വിചിത്രമായൊരു കാഴ്ചപ്പാടെന്തെന്നാൽ, ചില ഫ്രിഞ്ച് തിയറിസ്റ്റുകൾ അവകാശപ്പെടുന്നത് പേർഷ്യൻ ഏജന്റുമാർ ചിലപ്പോൾ സുഗന്ധദ്രവ്യ വ്യാപാരികളെപ്പോലെ വേഷം മാറി ഇതുപോലുള്ള കാരവാനുകളിൽ കയറി വിലകളിൽ കൃത്രിമം നടത്തുകയോ ഗോത്രങ്ങൾക്കിടയിൽ കലഹം സൃഷ്ടിക്കുകയോ ചെയ്തിരുന്നുവെന്നാണ്. ജെയിംസ് ബോണ്ട് ഒരു കെഫിയെ ധരിച്ച് കറുവാപ്പട്ടയുടെ വിലയിൽ ബാർഗെയിൻ ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു ബെഡ് ടൈം ഇമേജായി. ബരാക്കത്ത് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നു. സംഘത്തിലെ ഒരു പുതുമുഖം, ചരക്സിൽ നിന്നുള്ള റഫീഖ് എന്ന വ്യാപാരി, വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുകയും ചെരുപ്പിൽ പൊടിയില്ലാതെ നടക്കുകയും ചെയ്യുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. മരുഭൂമിക്ക് അല്പം വൃത്തിയുള്ളതാണ്. താമർ അവനെ നേരിടാൻ ആഗ്രഹിക്കുന്നു. അവൻ പേർഷ്യനാണ്. എൻ്റെ അടുത്ത ഭാര്യയെ വെച്ച് ഞാൻ പന്തയം വയ്ക്കാം. വേണ്ട, ബരാക്കത്ത് പറയുന്നു. അവനെ നോക്കട്ടെ. ചാരപ്പണി ചെയ്യാൻ യോഗ്യമായ എന്തെങ്കിലും നമുക്ക് അവനെ കാണിക്കാം. അൽ കാറിയത്തൈൻ അടുത്ത് എവിടെയോ അവർ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ നിർത്തുന്നു. മരുഭക്ഷ്യ ചെറുതാണ്. മുള്ളുമരങ്ങൾ ചുറ്റും നിൽക്കുന്നു. ഈച്ചകൾ മൂളുന്നു. അടുത്തുള്ള ഒരു വാസസ്ഥലത്ത് നിന്നുള്ള കുട്ടികൾ കാണാൻ വരുന്നു. പ്രത്യേകിച്ച് താമറിൻ്റെ ശാപങ്ങൾ അനുകരിക്കാൻ പഠിച്ച തത്തയെ ആകൃഷ്ടയായിട്ട്. പഴകിയ ഈത്തപ്പഴ വിനാഗിരി നുകർന്ന് ബരാക്കത്ത് ദൂരെ നിന്ന് അവരെ നോക്കുന്നു. തദ്മൂറിൽ നിന്നുള്ള ഒരു വ്യാപാരി സമീപിക്കുന്നു. അവിടെ ചില രഹസ്യങ്ങൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹം താഴ്മയോടെയും ജാഗ്രതയോടെയും പറയുന്നു, ആ പാൽമിറ അത്ര സുരക്ഷിതമല്ല. കിണറുകൾക്ക് സമീപമുള്ള പേർഷ്യൻ പട്രോളിങ്ങിനെക്കുറിച്ച് എന്തോ ഒന്ന്. ബരാക്കത്ത് തലയാട്ടുന്നു. തീർച്ചയായുമുണ്ട്. സസാനിയൻ സാമ്രാജ്യം പടിഞ്ഞാറോട്ട് ഇഴഞ്ഞു നീങ്ങുകയാണ്. പഴയ റോമൻ അതിർത്തികളെ പട്ടുവിരലുകൾ പോലെ തള്ളിവിടുന്നു. അവ ഒഫീഷ്യലാണോ അതോ തെമ്മാടികളാണോ എന്ന് വ്യക്തമല്ല. അറേബ്യൻ വ്യാപാരപാതകളിലേക്കുള്ള പേർഷ്യയുടെ പ്രവേശനം ആസൂത്രിത സൈനിക തന്ത്രമാണോ അതോ കൂടുതൽ ജൈവിക സാമ്പത്തിക ചോർച്ചയാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. എന്തായാലും അത് യാഥാർത്ഥ്യമാണെന്ന് ബരാക്കത്തിനറിയാം. അയാൾ നിരവധി ആകസ്മിക റെയ്ഡുകൾ കണ്ടിട്ടുണ്ട്. അവർ മറ്റൊരു ദിവസം മാർച്ച് ചെയ്യുന്നു. നബീറ്റിയൻ ഗ്രാഫിറ്റികളും അവയ്ക്ക് മുൻപുള്ള വിചിത്ര ചിഹ്നങ്ങളുമുള്ള കുത്തിയ പാറകളിലൂടെ കടന്നുപോകുന്നു.
ഒരു കല്ലിൽ സിംഹത്തിന്റെ തലയും മുന്തിരിവള്ളികളിൽ പൊതിഞ്ഞ ശരീരവുമുള്ള ഒരു രൂപം കാണിക്കുന്നു. അത് ശപിക്കപ്പെട്ടതാണെന്ന് താമിർ സത്യം ചെയ്യുന്നു. അത് തന്റെ മുൻഭാര്യയെ പോലെയാണെന്ന് ബരാക്കത്തിന് തോന്നുന്നു. തുടർന്ന് 3-ാം ദിവസം വൈകുന്നേരം അവർ വിചിത്രമായ എന്തോ ഒന്ന് കണ്ടെത്തുന്നു. കുളമ്പടികൾ. ഒട്ടകമല്ല, കുതിരയുമല്ല, കാളകൾ. മരുഭൂമിയിലൂടെ ആരും കാളകളെ ഓടിക്കാറില്ല. താമിർ ട്രാക്കിനരികിൽ മുട്ടുകുത്തി പിറുപിറുക്കുന്നു. അവർ ഭാരമെന്തെങ്കിലും കൊണ്ടുപോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ രഹസ്യമായ എന്തെങ്കിലും ബരാക്കത്ത് മറുപടി നൽകുന്നു. കുറച്ചുനേരം അവർ ട്രാക്കുകൾ പിന്തുടരുന്നു. പക്ഷേ ഉണങ്ങിയ ഒരു അരുവിക്കരയിൽ അവ അപ്രത്യക്ഷമാകുന്നു. കാറ്റും മണലും ഒരു പൊട്ടിയ ചെരുപ്പിന്റെ വാറും മാത്രമേ അവശേഷിക്കുന്നു. കാവൽക്കാർ പിരിമുറുക്കത്തിലാകുന്നു. ഇളയവരിൽ ചിലർ പിന്മാറാൻ ആവശ്യപ്പെടുന്നു. ബരാഗത്ത് അത് ശ്രദ്ധിക്കുന്നു. പിന്നീട് അദ്ദേഹം അവരോട് യമനിൽ നിന്നുള്ള ഒരു യാത്രാ സംഘത്തിന്റെ കഥ പറയുന്നു. അവർ ഒരിക്കൽ ഒരു ബാരൽ റോമൻ വീഞ്ഞിനു വേണ്ടി തങ്ങളുടെ എല്ലാ കുന്തുരുക്കവും വിറ്റു. പക്ഷേ അതിൽ തേളുകൾ നിറഞ്ഞതായി കണ്ടെത്തി. അത്യാഗ്രഹം സൂര്യനേക്കാൾ വേഗം കണ്ണുമറയ്ക്കും, അദ്ദേഹം പറയുന്നു. ശേഷം അവർ മാർച്ച് തുടരുന്നു. ആ രാത്രിയിൽ ക്യാമ്പിലെ ഭൂരിഭാഗവും ഉറങ്ങുമ്പോൾ ബരാഗത്ത് ഒരു മണൽക്കുന്നിന വരമ്പിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്നു. നക്ഷത്രങ്ങൾ അമ്പരിപ്പിക്കും വിധം അടുത്താണ്. നിങ്ങൾ വേണ്ടത്ര നീട്ടിയാൽ നിങ്ങൾക്കൊരു അത്തിപ്പഴം പോലൊന്ന് പറിച്ചെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതും. അകലെ കൊയോട്ടികൾ ഓരിയിടുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നില്ല, എന്തായാലും ഉച്ചത്തിലല്ല. പക്ഷേ അദ്ദേഹം രാത്രി വരെ പിറുപിറുക്കുന്നു. ഞാൻ അവരെ പാൽമിറയിലെത്തിക്കട്ടെ, അതിനുശേഷം ഞാൻ കാട്ടിനെ ശ്രദ്ധിക്കാം. എപ്പോഴും കൗശലക്കാരനായ മരുഭൂമി നിശബ്ദതയോടെ ഉത്തരം പറയുന്നു. ഇന്ന് രാത്രി മരുഭൂമി മന്ത്രിക്കുന്നില്ല, അത് നെടുവീർപ്പിടുന്നു. നീണ്ടതും താഴ്ന്നതുമായ കാറ്റ് മണൽക്കൂനകളെ പ്രേതരൂപങ്ങളിലേക്ക് മാറ്റുന്നു. ക്ഷീണിതരായ മനുഷ്യരെ കാര്യങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അതാണ് കൃത്യമായും സംഭവിക്കുന്നത്. 4-ാം ദിവസം രാവിലെ റോഡിൽ ഇളയ കാവൽക്കാരിൽ ഒരാളായ നാദീം ഒരു നിലവിളിയോടെ ഉണരുന്നു. പുകകൊണ്ട് നിർമ്മിച്ച ഒരു മനുഷ്യൻ തൻ്റെ മുകളിൽ നിന്ന് അരാമയിക് ഭാഷയിൽ മന്ത്രിക്കുന്നത് അവൻ കണ്ടുവെന്ന് പറയുന്നു. തമീർ കണ്ണുകൾ ശക്തമായി ഉരുട്ടുന്നു. കാരണം അയാൾ എന്തോ ഉളുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ബരാക്കത്ത് ചിരിക്കുന്നില്ല. അവൻ്റെ ശബ്ദം പൊള്ളയായിരുന്നു. അയാൾ ചോദിക്കുന്നു. ചൂടിനെ വകവയ്ക്കാതെ വിറച്ച് നാദ്യം തലയാട്ടുന്നു. ഒരു കുടം കാലിയാക്കിയതുപോലെ. ബറാക്കത്ത് മണലിൽ തുപ്പുന്നു. പ്രവാചകന്മാരും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പുരികമുയർത്തുന്നതിനു മുമ്പ് നമുക്കത് വ്യക്തമാക്കാം. ഇസ്ലാമിനു മുമ്പുള്ള അറേബ്യയിലെ എല്ലാ പ്രവാചകന്മാരും തീയും ഗന്ധകവും പോലുള്ളവരായിരുന്നില്ല. ചിലർ മിസ്റ്റിക്കുകൾ, മരുഭൂമിയിലെ ഷാമന്മാർ, നിഗൂഢജ്ഞാനവും നിശ്ചിത വിലാസവുമില്ലാത്ത അലഞ്ഞു തിരിയുന്ന ദർശകരായിരുന്നു. നിങ്ങളതാരോട് ചോദിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അവരൊന്നുകിൽ ബഹുമാനിക്കപ്പെടും, അല്ലെങ്കിൽ ഒരു പാമ്പുകടി പോലെ ഒഴിവാക്കപ്പെടും. ഖെഹീനുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ മരുഭൂമിയിലെ ദർശകർ പ്രാദേശിക രാഷ്ട്രീയത്തിലും വ്യാപാരത്തിലും പ്രധാന പങ്കുവഹിച്ചിരുന്നുവെന്ന് ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു. യാത്രക്കാർക്കും രാജാക്കന്മാർക്കുമെല്ലാം അനുഗ്രഹങ്ങളോ ശകുനങ്ങളോ ഭീഷണികളോ നൽകിയിരുന്നു. അവർ പറഞ്ഞതിൽ പലപ്പോഴും അർത്ഥമുണ്ടായിരുന്നില്ല. അവർ എന്താണ് ഉദ്ദേശിച്ചത്? അതാണ് രാത്രിയിൽ ആളുകളെ ഉണർന്നിരിക്കാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ യാത്രസംഘം ഒരു വൃത്താകൃതിയിലുള്ള അക്കേഷ്യ മരത്തിൻ്റെ അടിയിലെത്തുമ്പോൾ തലയിൽ ഹുഡ് ധരിച്ച് നിശ്ചലമായി വെളുത്ത തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഏകാന്ത വ്യക്തിയെ കാണുമ്പോൾ ആരും ഒന്നും സംസാരിക്കുന്നില്ല. ആരും തമാശ പറയുന്നില്ല. തത്ത പോലും നിശബ്ദമാകുന്നു. ആ രൂപം എഴുന്നേൽക്കുന്നില്ല. അദ്ദേഹം ഒരു കൈ ഉയർത്തുന്നു. വിളറിയ ഒന്ന്, പക്ഷിയുടെ അസ്ഥികൾ പോലെ നേർത്ത വിരലുകൾ. ബരാക്കത്ത് പതുക്കെ അടുത്തേക്ക് വരുന്നു. മറ്റുള്ളവരോട് പിന്നോട്ട് നിൽക്കാൻ ആംഗ്യം കാണിക്കുന്നു. നിങ്ങൾ രാജാക്കന്മാരുടെ പാതയിലാണ്, അദ്ദേഹം ശ്രദ്ധാപൂർവം പറയുന്നു. ആ രൂപം ചിരിക്കുന്നു. അത് സുഖകരമല്ല. പിന്നെ എന്തിനാണ് നിങ്ങളൊരു സേവകനെ പോലെ വിറയ്ക്കുന്നത്? താമിറിന്റെ കൈ അവന്റെ കഠാരയിലേക്ക് പോകുന്നു. പക്ഷേ ബരാഗത്ത് തന്റെ കൈ ഉയർത്തുന്നു. പ്രവാചകനോ? അദ്ദേഹം ചോദിക്കുന്നു. ഞാനായിരുന്നു, ആ മനുഷ്യൻ പറയുന്നു. ഒരിക്കൽ. ഇപ്പോൾ ഞാൻ വെറും സാക്ഷി മാത്രം. എന്തിന്? ആ മനുഷ്യന്റെ തല തിരിയുന്നു. മൂടുപടം ധരിച്ചിട്ടുണ്ടെങ്കിലും തുണിയുടെ പിന്നിൽ കത്തുന്ന കനൽ പോലെയുള്ള കണ്ണുകൾ ബറാക്കത്തിന് അനുഭവപ്പെടുന്നു. വ്യാപാരം അവസാനിച്ചതിന് ശേഷം വരുന്ന തീയിലേക്ക്. സ്വർണം തുരുമ്പിടിക്കുമ്പോൾ, ദേവന്മാർ നിശബ്ദരാകുമ്പോൾ. വിചിത്രം, അതെ. പക്ഷേ വായുവിൽ എന്തോ ഉണ്ട്. കഴുത്തിന്റെ പിൻഭാഗത്ത് ഒരു വിറയൽ. എല്ലാവർക്കും അത് അനുഭവപ്പെടുന്നു. വൃദ്ധൻ തൻ്റെ അരികിൽ നിന്ന് എന്തോ ഉയർത്തുന്നു. ഒരു വെള്ളക്കുപ്പി. പക്ഷേ അതിൽ എല്ലുപൊടിയതാണ്. എന്തായാലും അവനത് ബരാക്കത്തിലേക്ക് ചായ്ക്കുന്നു.
ഒരു പ്രതീകാത്മക വഴിപാട്. എന്നിട്ട് അയാൾ പിറുപിറുക്കുന്നു. നീ പെട്ര കടന്നുപോയി. നീ പാൽമിറയെ അന്വേഷിക്കുന്നു. പക്ഷേ റോഡ് തെക്കോട്ട് തിരിയുന്നു. നന്നായി കേൾക്കൂ ഇഷ്മായേലിൻ്റെ മകനെ, ഭാവി പേർഷ്യയിൽ നിന്നോ റോമിൽ നിന്നോ കുതിച്ചെത്തുന്നില്ല. അപ്പോഴാണ് നിലം കുലുങ്ങുന്നത്. ഒരു ചെറിയ ഭൂകമ്പം, പക്ഷേ ഒട്ടകങ്ങളെ ഇളക്കാൻ കഴിയുന്നത്. ധൂപം പോലെ പൊടി മുകളിലേക്ക് ഉയരുന്നു. ബരാഗത്ത് വീണ്ടും യാത്രസംഘത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. വീണ്ടും നോക്കുമ്പോൾ പ്രവാചകൻ അപ്രത്യക്ഷനായി. ഒരു കാൽപ്പാടും അവശേഷിച്ചിട്ടില്ല. ഒരു നിഴൽ പോലും അവശേഷിച്ചിട്ടില്ല. ആ രാത്രിയിൽ ഉണങ്ങിയ അത്തിപ്പഴങ്ങൾക്കും ഉപ്പിട്ട ആടിനും മുകളിൽ കാവൽക്കാർ മന്ത്രിച്ചു. എന്താണ് അയാൾ ഉദ്ദേശിച്ചത്? എന്ത് തെക്ക്? എന്ത് ഭാവി? താമിർ മാനസികാവസ്ഥ മാറ്റാൻ ശ്രമിക്കുന്നു. ഒരു പക്ഷേ നാടകീയതയിൽ അഭിനിവേശമുള്ള ഒരു വിരസനായ സന്യാസിയായിരിക്കാം. ബരാക്കത്ത് ഉത്തരം പറയുന്നില്ല. അദ്ദേഹം മക്കയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കൂടുതൽ തെക്കുള്ള ഒരു വ്യാപാര നഗരം, പ്രത്യേകിച്ച് പ്രശസ്തമല്ല, പക്ഷെ സംസാരമുണ്ടായിരുന്നു. ഒരു ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള സംസാരം, ഒരു സത്യം. വിഗ്രഹങ്ങളില്ല. ചിലർക്ക് ദൈവദൂഷണം, മറ്റുള്ളവർക്ക് വിധി. ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യ ആത്മീയമായി വിഘടിതമായിരുന്നോ അതോ രഹസ്യമായി ഏകദൈവ വിശ്വാസത്തിനായി ആഗ്രഹിച്ചിരുന്നോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. എന്തായാലും മണലിൻ്റെ താഴെ മാറ്റങ്ങൾ ഉതിർന്നുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ബരാക്കത്തിന് ഒരു മുഴക്കം അനുഭവപ്പെടുന്നു. അവർ യാത്ര തുടരുന്നു. ഭൂപ്രദേശം അപരിചിതമാകുന്നു. കറുത്ത അഗ്നിപർവ്വത പാറക്കെട്ടുകൾ, ഉണങ്ങിയ ഞാങ്ങണകൾ കൊണ്ട് മൂടിയ ഇടുങ്ങിയ വാടികൾ. ഒരുച്ചതിരിഞ്ഞ് അവർ മനസ്സിലാക്കാൻ കഴിയാത്ത ലിപികൾ കൊത്തിയെഴുതിയ ഒരു കൂട്ടം കല്ലുകൾ കടന്നുപോകുന്നു. ഒരു വ്യാപാരി പറയുന്നു അത് ഹിമ്യാറൈറ്റാണെന്ന്. മറ്റൊരാളത് ആദിയെന്ന നഷ്ടപ്പെട്ട ജനതയുടേതാണെന്ന് സത്യം ചെയ്യുന്നു. വിരസത അനുഭവിച്ചു പോയ ദൈവങ്ങൾക്കുള്ള പുരാതന ബോർഡ് ഗെയിം പീസുകളാണെന്ന് മൂന്നാമൻ തറപ്പിച്ചു പറയുന്നു. പക്ഷി അവർ തോറ്റുപോയതാവാം. താമിർ പിറുപിറുത്തു. ഒന്നിനു നേരെ ഒന്നായി കല്ലെറിയുന്നു. ആറാം രാത്രിയോടെ മരുഭൂമിയിലെ വായു വൈദ്യുതിയായി മാറുന്നു. ഒട്ടകങ്ങൾ കുതിച്ചുചാട്ടം തുടങ്ങുന്നു. എന്തോ ഒന്ന് വരുന്നു. പിന്നെ മഴ. ഒരു ചാർട്ടൽ മഴയല്ല, ഒരു മരുഭൂമി കൊടുങ്കാറ്റ്. വെള്ളക്കെട്ടുകൾ ഡ്രം പോലെ ഭൂമിയിൽ ആഞ്ഞടിക്കുന്നു. മണൽ ചെളിയായി മാറുന്നു. കൂടാരങ്ങൾ തകരുന്നു. സാധനങ്ങൾ ചിതറുന്നു. ഒരു കുങ്കുമപ്പൂവിൻ്റെ ബാഗ് പൊട്ടി ഒരു രാജകീയ ശവം പോലെ ഒരു ചെളിക്കുണ്ടിലൂടെ ഒഴുകുന്നു. ബരാക്കത്ത് ആ കെയോസിനിടയിലൂടെ ഉത്തരവുകൾ ഗർജിക്കുന്നു. മൃഗങ്ങളെ ഉയർന്ന നിലയിലേക്ക് നയിക്കുന്നു. ഒട്ടകങ്ങൾ ബോൾട്ട് ചെയ്യാതിരിക്കാൻ അവർ കയറുകൾ കൊണ്ട് കെട്ടിയിടുന്നു. തല മുതൽ കാലുവരെ മാവു പേസ്റ്റിൽ പൊതിഞ്ഞ ഒരു യുവപാചകക്കാരൻ പ്രവാചകനെ നോക്കി ചിരിക്കുന്നതിനുള്ള ശിക്ഷയാണിതെന്ന് വാദിക്കുന്നു. കൊടുങ്കാറ്റ് രാവിലെയോടെ കടന്നുപോയി. പക്ഷേ ക്യാമ്പ് തകർന്നു. ചാക്കുകൾ വീണ്ടെടുക്കുന്നതിനും സാധനങ്ങൾ എണ്ണുന്നതിനും സുഗന്ധവ്യഞ്ജന പെട്ടികൾ കൂടുതൽ മുറുകെ കെട്ടുന്നതുമൊക്കെ ആരുടെ ജോലിയാണെന്ന് തർക്കിക്കുന്നതിന് അവർ ദിവസം ചിലവഴിക്കുന്നു. അപ്പോഴാണ് ബരാക്കത്ത് വിചിത്രമായ എന്തോ ശ്രദ്ധിക്കുന്നത്. കഴുകിയ സ്ഥലത്തിന് സമീപം ഒരു കൽപ്പലക പ്രത്യക്ഷപ്പെട്ടു. പരന്നതും ഈന്തപ്പന്നയുടെ വലിപ്പമുള്ളതും സിംഹത്തിന്റെ തലയിൽ കുത്തിവെച്ചതുമാണ്. അദ്ദേഹം അത് നിശബ്ദമായി പോക്കറ്റിലിടുന്നു. പിറ്റേന്ന് രാവിലെ അവർ പൽമിരയെ ചക്രവളത്തിൽ കാണുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു മരീചിക പോലെ തോന്നുന്നു. മണലിൽ ഉയർന്നു നിൽക്കുന്ന നിരകൾ, വിശാലമായ കൊളോണഡുകൾ, കാലം സ്പർശിച്ച മങ്ങിയ മതിലുകൾ. ഷാഢ്യന്മാരായ വ്യാപാരികളും റോമിൻ്റെ അസ്ഥികളും താങ്ങി നിർത്തുന്ന ഒരു പ്രേതനഗരം. പക്ഷേ ബരാക്കത്തിന് നന്നായി അറിയാം, പൽമിര ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കഷ്ടിച്ചു മാത്രമായി കാത്തിരിക്കുന്നു. പാൾമിറ മണലിൽ നിന്ന് ഒരു ദുശാഠ്യമുള്ള ഓർമ്മ പോലെ ഉയർന്നുവരുന്നു. ഒരിക്കൽ റോമ, കിഴക്കിൻ്റെ രത്നമായിരുന്നു അത്. ഇപ്പോൾ മുടന്തി നീങ്ങുന്നു. പകുതി മഹത്വവും പകുതി പ്രേതവും. തകർന്ന പല്ലുകൾ പോലെ നിരകൾ നിൽക്കുന്നു. തകർന്ന കമാനങ്ങളിലൂടെ കാറ്റ് വിസിലടിക്കുന്നു. എന്നാൽ അതിൻ്റെ തകർന്ന ഷെല്ലിനുള്ളിൽ ഇപ്പോഴും ഇടപാടുകൾ നടക്കുന്നു. വിരുന്നുകൾ ഇപ്പോഴും നടക്കുന്നു. ഓരോ കോണിലും ഒരു കഠാരയും പുഞ്ചിരിയുമായി ആരെയെങ്കിലും നിൽക്കുന്നു. ബരാക്കത്ത് അദ്ദേഹത്തിൻ്റെ യാത്രാസംഘവും
വെളുത്ത ആകാശത്തിനു കീഴിൽ തെക്കൻ കവാടത്തിലെത്തുന്നു. ദിവസങ്ങളോളം മരുഭൂമിയിൽ സഞ്ചരിച്ചതിനു ശേഷം ഒട്ടകങ്ങൾ ഞരങ്ങുകയും നീണ്ടുകിടക്കുകയും ചെയ്യുന്നു. താമിർ മുഖം തുടച്ച് പിറുപിറുക്കുന്നു. രാജ്ഞികളുടെ നഗരം അല്ലേ? ഒരു വിധവയെപ്പോലെയാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റില്ല. പാൾമിറയുടെ സുവർണകാലം തലമുറകൾക്ക് മുമ്പ് കടന്നുപോയി. സെനോബിയ രാജ്ഞി ഒരിക്കൽ റോമൻ സാമ്രാജ്യത്തെ തന്നെ വെല്ലുവിളിച്ചത് ഇവിടെ നിന്നാണ്. സൈന്യങ്ങളെയും വ്യാപാരപാതകളെയും ഒരുപോലെ ഭരിച്ചിരുന്നു. ഇന്ന് ഇത് ചെറിയ മന്ത്രിക്കലിനും സാധനങ്ങൾക്കുമുള്ള ഒരു മരുഭൂമിയിലെ ഔട്ട്പോസ്റ്റായി പ്രസക്തിയിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ഇതാ ഒരു ട്വിസ്റ്റ്. റോം മുന്നോട്ടു പോയിരിക്കുമെങ്കിലും പേർഷ്യ മുന്നോട്ടു പോയിട്ടില്ല. സസാനിയൻ സാമ്രാജ്യം പാൾമിറയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. സൈനികരുമായിട്ടല്ല, മറിച്ച് ദൂതന്മാർ, സമ്മാനങ്ങൾ, അരാമിക് ഭാഷയും ചാരവൃത്തിയും നന്നായി സംസാരിക്കുന്ന നല്ല വസ്ത്രം ധരിച്ച വ്യാപാരികളുമായിയാണ്. 6-ാം നൂറ്റാണ്ടിലെ പാൾമിറ യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായിരുന്നോ അതോ കിഴക്കോട്ട് നിശബ്ദമായി ചാഞ്ഞിരുന്നോ എന്ന് ചരിത്രകാരന്മാർ വാദിക്കുന്നു. ചിലർ പേർഷ്യൻ രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന നാണയശേഖരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മറ്റു ചിലർ സൊറോസ്ട്രിയൻ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു. സത്യം എന്തുതന്നെയായാലും ഓരോ കാൽപ്പാടുകളും ശ്രദ്ധിച്ചുകൊണ്ട് ഉറങ്ങുന്നതായി നടിക്കുന്ന ഒരു നഗരത്തിലേക്ക് ബരാക്കത്ത് നടക്കുന്നു. കാരവൻ സറായിയിൽ ഒരു പേർഷ്യൻ ദൂതൻ കാത്തിരിക്കുന്നു. അവൻ ചെറുപ്പമാണ്. സുഗന്ധദ്രവ്യങ്ങൾ ധരിച്ചിരിക്കുന്നു. നനഞ്ഞ പട്ടുപോലെ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. ബറാക്കത്ത് ഇബ്നു വാഹിദ്, അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ പറയുന്നു, കിഴക്ക് റോഡിനെ സ്വാഗതം ചെയ്യുന്നു. റോഡ് അതിന്റെ നികുതി പിരിവുകാരനെ സ്വാഗതം ചെയ്യുന്നു. ബറാക്കത്ത് മറുപടി നൽകുന്നു. അവർ പരസ്പരം ആഹ്ലാദങ്ങൾ കൈമാറുന്നു. പക്ഷേ ഇതെല്ലാം മൂടുപടം നിറഞ്ഞ സംസാരമാണ്. നിങ്ങളുടെ ചരക്കെന്താണ്? നിങ്ങളുടെ കൂട്ടാളികൾ ആരാണ്? ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടെ വന്നു? ഏതെല്ലാം ആരിൻ വേണ്ടിയാണ്? എപ്പോഴും അംഗരക്ഷകനായ തമീർ തന്റെ സാഷിൽ ഒരു കൈവയ്ക്കുന്നു. തിളങ്ങുന്നവയെ വിശ്വസിക്കരുത് എന്ന് ആ തത്ത ആർത്തുവിളിക്കാൻ ഈ കൃത്യമായ നിമിഷം തെരഞ്ഞെടുക്കുന്നു. ബരാക്കത്ത് ചിരിച്ചില്ലെന്ന് നടിക്കുന്നു. ദൂതൻ കേട്ടില്ലെന്ന് നടിക്കുന്നു. പാൽമിറയുടെ അകത്തുമുറ്റത്ത് യാത്രാസംഘം സാധനങ്ങൾ ഇറക്കുന്നു. യമനിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ, അലക്സാൻഡ്രിയയിൽ നിന്നുള്ള ഗ്ലാസ് മുത്തുകൾ, ഒരു സസാനിയാൻ ഔട്ട്പോസ്റ്റിലൂടെ കടത്തിക്കൊണ്ടുപോയ ഒരു ടർക്കവേ സിൽക്ക് ബോൾട്ട്. പ്രാദേശിക വ്യാപാരികൾ കൂട്ടം കൂടി അറബി, സിറിയാക്, പേർഷ്യൻ, ഗ്രീക്ക് എന്നീ ഭാഷകളുടെ ഒരു കൂട്ടത്തിൽ വിലപേശുന്നു. ബരാക്കത്ത് ഒരു പഴയ ബന്ധുവായ ലിയോണ്ടിയോസുമായി മാർക്കറ്റിലൂടെ നടക്കുന്നു. മുടന്തനും മോശം ശ്വാസവുമുള്ള ഒരു ബൈസാൻഡെയിൻ വ്യാപാരി. പേർഷ്യക്കാർ എന്റെ ആനക്കൊമ്പ് ശകരത്തിന് ചുറ്റും മണം പിടിക്കുന്നു. അത് ആടിന്റെ അസ്ഥിയാണെന്ന് അവരോട് പറഞ്ഞു. എന്തായാലും അവർ അത് വാങ്ങി. ബരാക്കത്ത് ചിരിക്കുന്നു. വഞ്ചിക്കപ്പെടുന്നതിന്റെ മിഥ്യാധാരണ അവർക്കിഷ്ടമാണ്. അവർ ബുദ്ധിമാനാക്കുന്നു. ലിയോണ്ടിയോസ് അടുത്തേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു, വാസ്തവത്തിൽ ബൈസാൻഡെയിൻസ് ഒരു വ്യാപാര സമരം ആസൂത്രണം ചെയ്യുന്നു. കിഴക്കിനെ വെട്ടിമുറിക്കുക, പേർഷ്യക്കാരെ ചോരയൊഴുക്കുക, വികൃതമാകാം. ആരാണ് ആദ്യം നഷ്ടപ്പെടുക? നമ്മളെപ്പോലുള്ള വ്യാപാരികൾ എന്ന് ലിയോൺസിയോസ് ദയനീയമായി പറയുന്നു. പാൽമിറയുടെ കോളങ്ങളുടെ നിഴലിൽ അർദ്ധസത്യങ്ങളിലാണ് ഇടപാടുകൾ നടക്കുന്നത്. ചിലർ വൈൻ വാങ്ങുന്നു, മറ്റു ചിലർ വിശ്വസ്തത വാങ്ങുന്നു, ചിലർ നിശബ്ദത വാങ്ങുന്നു. ആ രാത്രിയിൽ പേർഷ്യൻ ദൂതൻ ഒരു വിരുന്നിലേക്ക് ബരാഗത്തിനെ ക്ഷണിക്കുന്നു. സൊറോസ്ട്രിയൻ അഗ്നിപീഠങ്ങളുള്ള ഒരു പുരാതന വില്ലയിലാണ് ഇത് നടക്കുന്നത്. താമിറും അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ 2 കാവൽക്കാരും അദ്ദേഹത്തോടൊപ്പം പ്രവേശിക്കുന്നു. ചന്ദനത്തിന്റെ പുക കൊണ്ടും മുഖസ്തുതിയാലും അന്തരീക്ഷം നിറഞ്ഞിരിക്കുന്നു. ദൂതൻ ഒരു കപ്പുയർത്തുന്നു. രാജാക്കന്മാർക്കിടയിലുള്ള വഴിയിലേക്ക്. ബരാഗത്ത് തന്റെ കപ്പുയർത്തുന്നു. അത് പാകപ്പെടുത്തുന്ന വ്യാപാരികളും. ഭക്ഷണം ആഡംബരപൂർണമാണ്. മാതളനാരങ്ങിയിൽ പാകം ചെയ്ത കുഞ്ഞാട്, സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത പയർ, പനിനീരിൽ മുക്കിയ അത്തിപ്പഴം. നർത്തകർ മെഴുകുതിരി ജ്വാലകൾ പോലെ ചുവന്ന പട്ടിൽ കറങ്ങുമ്പോൾ ഒരു വീണ വായിക്കുന്നു. ഈ ആഡംബരത്തിന് കീഴിൽ സന്ദേശം വ്യക്തമാണ്. പേർഷ്യ എല്ലാം കാണുന്നു. ദൂതൻ ചാരി ചെറിയ ശബ്ദത്തിൽ പറയുന്നു, ബരാഗത്ത്, നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഞങ്ങൾ വിലമതിക്കുന്നു. അനിശ്ചിതത്വത്തിന്റെ നാവികർ. സാധനങ്ങൾ മാത്രമല്ല കച്ചവടക്കാർ. ഞാൻ മറ്റെന്താണ് വ്യാപാരം ചെയ്യേണ്ടത്? ദൂതൻ പുഞ്ചിരിക്കുന്നു. വിശ്വാസം, സ്വാധീനം, കിംവദന്തികൾ. ബരാഗത്തന്റെ കപ്പ് താഴെ വയ്ക്കുന്നു. ഒട്ടകത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് മാത്രമേ ഞാൻ വിൽക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മിക്ക രാജാക്കന്മാരെക്കാളും സമ്പന്നനാണ്. അതോടെ സംഭാഷണം അവസാനിക്കുന്നു. പക്ഷെ അർത്ഥം നിലനിൽക്കുന്നു. താമിർ പിന്നീട് മന്ത്രിക്കുന്നു, അവർ നിങ്ങളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ബരാഗൻ നെടുവീട്ടിട്ടു, എല്ലാവരും എന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു, എന്നെ താങ്ങാൻ കഴിയാത്തവര് പോലും. വിരുന്നിനു ശേഷം അവർ ബെൽ ക്ഷേത്രത്തിലൂടെ അലഞ്ഞു നടക്കുന്നു. വളരെക്കാലം ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും ചിലർക്ക് ഇപ്പോഴും പവിത്രമാണ്. ഒരു ഗൈഡ് നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള കഥകൾ നൽകുന്നു.
ക്ഷേത്രം ഒരിക്കൽ ചില നക്ഷത്രരാശികളുമായി എങ്ങനെ കൃത്യമായി യോജിച്ചു എന്നതിനെക്കുറിച്ച്. അന്ത്യോക്യയിൽ നിന്നുള്ള ഒരു പണ്ഡിതൻ ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു ഭൂപടമാണെന്ന് വാദിക്കുന്നു. മറ്റൊരാൾ ഇതിനെ തെറ്റായി ക്രമീകരിച്ച സൂര്യഘടികാരമെന്ന് വിളിക്കുന്നു. ബെൽ ക്ഷേത്രം പൂർണ്ണമായും മതപരമോ ജ്യോതിഷപരമോ രഹസ്യമായി രാഷ്ട്രീയമോ ആയിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ഒരു ഫ്രിഞ്ച് സിദ്ധാന്തം ഇതൊരു പുരാതന എൻക്രിപ്ഷൻ കേന്ദ്രമായി എന്നുപോലും സൂചിപ്പിക്കുന്നു. ഓർമ്മകളുടെ പൊടിപടലമുള്ള ധൂപവർഗ സുഗന്ധമുള്ള പതിപ്പ്. തമീർ അതിനെ നോക്കി ചിരിക്കുന്നു. ദൈവങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും അവ കല്ലിൽ ഉപേക്ഷിക്കില്ലായിരുന്നു. ബരാക്കത്ത് മങ്ങിയ അടയാളങ്ങളിൽ ഒന്ന് സ്പർശിക്കുന്നു. ഇതൊരു ഘോഷയാത്രയെ ചിത്രീകരിക്കുന്നു. പുരോഹിതന്മാർ, ഒട്ടകങ്ങൾ, വഴിപാടുകൾ. ഒരു രൂപം കിരീടം ധരിച്ചിരിക്കുന്നു. പക്ഷേ അവന്റെ മുഖം കാണുന്നില്ല. അവനെ മറന്നുപോയോ അതോ മായ്ച്ചു കളഞ്ഞു എന്ന് ബരാക്കത്ത് പിറുപിറുക്കുന്നു. പിറ്റേന്ന് രാവിലെ ഒരു പുതിയ സന്ദേശം വരുന്നു. മെഴുകുകൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു. പേർഷ്യൻ റോസ് ഓയിലിന്റെ നേരിയ ഗന്ധം. പെർസപ്പൊലിസിൽ നിന്നുള്ളതാണ്. ഒരു ക്ഷണം. ബരാക്കത്ത് അത് ഉടനെ തുറക്കുന്നില്ല. പകരം അവൻ കിഴക്കോട്ട് ഉദയസൂര്യനെ നോക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്നിൽ പാൽമിറ ഇളകുന്നു. പക്ഷേ അത് ഇനി വീട് പോലെ തോന്നുന്നില്ല. ഓർമ്മയിൽ ഒരു മരീചിക പോലെ പാൽമിറ അവരുടെ പിന്നിൽ മങ്ങുന്നു. ചൂടിന്റെ തിളക്കവും പൊടിയും വിഴുങ്ങി കോളനീടുകൾ ചക്രവാളത്തിലേക്ക് ചുരുങ്ങുന്നു. അടുത്ത ഘട്ടം മുന്നിലാണ്. കിഴക്കോട്ട് യൂഫ്രട്ടീസിലേക്കും ഒടുവിൽ പെർസിപ്പോളിസിലേക്കും. ഒട്ടകങ്ങളും രാഷ്ട്രീയവും കാലാവസ്ഥയുമെല്ലാം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു സ്പോയിലർ അലർട്ട്, അവയൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ബരാക്കറ്റിന്റെ യാത്രാസംഘം നിശബ്ദതയിലേക്ക് നീങ്ങുന്നു. എല്ലാവരും വളരെ കഠിനമായി ചിന്തിക്കുകയും ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരുതരം നിശബ്ദത. പേർഷ്യൻ ദൂതന്റെ വിരുന്ന് ഒരു കനത്ത രുചി അവശേഷിപ്പിച്ചു. മാതളനാരങ്ങ കുഞ്ഞാടിനെ മാത്രമല്ല, പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. പേർഷ്യ അവരിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നു. അവർ എപ്പോഴും ആഗ്രഹിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ കുറ്റിച്ചെടി നിറഞ്ഞ ഭൂപ്രദേശം പാറക്കെട്ടുകളുള്ള കുന്നുകളിലേക്ക് വഴിമാറുന്നു. കാറ്റ് വരണ്ടതും മൂർച്ചയുള്ളതുമായി മാറുന്നു. പഴയ ചെമ്പിന്റെയും ബരാക്കറ്റിന് സ്ഥാപിക്കാൻ കഴിയാത്ത ഒന്നിന്റെയും മണമുള്ളതായി. അഴുകുന്നില്ല, രക്തമല്ല, ക്ഷയിക്കുന്നു. പിൻവാട്ടത്തിലാണ് നാഗരികത. പിന്നെ ആ ഗന്ധത്താൽ വിളിക്കപ്പെടുന്നതുപോലെ ബൈസന്റൈൻസ്. ഒരു പഴയ റോമൻ ഔട്ട്പോസ്റ്റ് കഴിഞ്ഞെടുത്ത് തന്നെ അവർ ചെറുകിട വ്യാപാരി യാത്രാസംഘത്തെ കണ്ടുമുട്ടുന്നു. സ്വർണ്ണനൂലുകളുള്ള പട്ടയും പൊട്ടിയ കവചങ്ങൾ പോലുള്ള പല്ലുകളുമുള്ള ഒരു സ്ക്വാഡ് മനുഷ്യനാണ് ലീഡ് ട്രേഡർ. ഗ്രീക്ക് ഉച്ചാരണമുള്ള അറബിയിൽ അദ്ദേഹം അന്ത്യോക്യയിലെ ഏലിയാസ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. അവന്റെ പിന്നിൽ നിരവധി കാവൽക്കാർ ശ്രദ്ധയോടെ നിൽക്കുന്നു. അവരുടെ കവചം സൂര്യപ്രകാശം മങ്ങിയതെങ്കിലും വ്യക്തമായും റോമൻ രൂപകൽപ്പനയിൽ കാണപ്പെടുന്നു. താമിർ അവരെ ഒരു പരുന്തിനെ പോലെ കാണുന്നു. ബൈസന്റൈൻസ് ഈ റോഡുകൾ ഉപേക്ഷിച്ചുവെന്ന് ഞാൻ കരുതി. ഏലിയാസ് പുഞ്ചിരിക്കുന്നു. നമ്മൾ ഒന്നും ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ സമയത്തിന് കാര്യങ്ങൾ കടം കൊടുക്കുന്നു. ബരാക്കറ്റ് സ്വയം ഒരു തലയാട്ടിൽ അനുവദിക്കുന്നു. കാലം പലിശയ്ക്ക് എന്താണ് ഈടാക്കുന്നത്? സാധാരണയായി നിങ്ങളുടെ ആത്മാവ്, ചിലപ്പോൾ ഒരാട്. കഥകളും വേവിച്ച ബാർലിയും കച്ചവടം ചെയ്താണ് അവർ ആ വൈകുന്നേരം തീ പങ്കിടുന്നത്. ബൈസന്റൈൻസ് കോൺസ്റ്റാന്റിനോപ്പിളിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതിന്റെ ഗോപുരങ്ങൾ, രാഷ്ട്രീയം, പേർഷ്യയുമായിട്ടുള്ള അതിന്റെ തുടർച്ചയായ ശത്രുത. ഏലിയാസിന്റെ അഭിപ്രായത്തിൽ സൈന്യങ്ങളിലൂടെയല്ല, സഖ്യങ്ങളിലൂടെ അറേബ്യയിൽ ബൈസന്റൈൻ സാന്നിധ്യം വീണ്ടും ഉറപ്പിക്കാനാണ് ചക്രവർത്തി പദ്ധതിയിടുന്നത്. അവർക്ക് ധൂപവർഗം തിരികെ വേണം, അത് സഞ്ചരിക്കുന്ന സ്വർണവും. താമിർ പിന്നീട് പിറുപിറുക്കുന്നു. ബരാക്കത്തിന്റെ കറുവപ്പട്ട ശേഖരത്തിന്റെ പകുതി വാങ്ങാൻ ഏലിയാസ് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ അവനെ സൗമ്യമായി തള്ളിക്കളഞ്ഞു. കുറ്റമില്ല എന്ന് ബറാക്കത്ത് പറയുന്നു. പക്ഷേ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ പുഞ്ചരിക്കുന്ന ആളുകൾക്ക് വിൽക്കരുതെന്ന് ഞാൻ പഠിച്ചു. ഏലിയാസ് വാദിക്കുന്നില്ല. തലയാട്ടുകയും ഒരു സമ്മാനം അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. നീണ്ട റോഡുകളിൽ യാത്രക്കാരെ സംരക്ഷിക്കാൻ ഡോൾഫിന്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ വെങ്കല ചാരുത. 6-ാം നൂറ്റാണ്ടിൽ പോലും പ്രദേശത്ത് പേർഷ്യയുടെ ആധിപത്യം വളർന്നു വന്നിട്ടും ബൈസന്റൈൻ വ്യാപാരികൾ നിയർ ഈസ്റ്റിൽ സജീവമായിരുന്നുവെന്ന് മുഖ്യധാര ചരിത്രകാരന്മാർ സ്ഥിരീകരിക്കുന്നു. യമൻ വരെ തെക്കുഭാഗത്തായി ബൈസന്റൈൻ നാണയങ്ങൾ കണ്ടെത്തിയതായി രേഖകളുണ്ട്. എന്നാൽ ഇതാ ഒരു അരികിലൂടെയുള്ള ട്വിസ്റ്റ്. ചിലർ അവകാശപ്പെടുന്നത് അവർ വെറും വ്യാപാരികളല്ലായിരുന്നു. അവർ വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ മരുഭൂമി വഴികളും ഗോത്രബന്ധങ്ങളും മാപ്പ് ചെയ്യുന്ന പാർട്ട് ടൈം ചാരന്മാരുമായിരുന്നു. യാത്രാസംഘങ്ങൾ വഴിപിരിയുമ്പോൾ ഏലിയാസ് ഒരു അവസാന മുന്നറിയിപ്പ് നൽകുന്നു. ടാൾ അഹ്മറിന് സമീപമുള്ള നദീവളവ് ഒഴിവാക്കുക.
പേർഷ്യൻ ടാറ്റുകളും റോമൻ വാളുകളുമുള്ള കൊള്ളക്കാർ. വിശ്വസ്തതയില്ല, വിശപ്പ് മാത്രമായിരിക്കും അവിടെ. ബറാക്കത്ത് പുരികമുയർത്തി പറഞ്ഞു, അവർ പൊളിറ്റീഷ്യന്മാരെ പോലെയാണ്. അവർ തെക്കോട്ടു തിരിഞ്ഞു, ആ പ്രദേശം ചുറ്റി സഞ്ചരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭൂപ്രദേശം അവരെ യൂഫ്രട്ടീസിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അവിടെയാണ് കാര്യങ്ങൾ കുഴപ്പത്തിലാകുന്നത്. കേടായ പാലിന്റെ നിറം മാറുന്ന പോലെയുള്ള ഒരാകാശത്തോടെയാണ് അത് ആരംഭിക്കുന്നത്. പിന്നെ ഗന്ധം വരുന്നു, നനഞ്ഞ കല്ല്, ഓസോൺ, വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ മൂർച്ചയുള്ള അഗ്രം. അതാണോ? തമീർ ആരംഭിക്കുന്നു. മഴ, അല്ലെങ്കിൽ അതിലും മോശമായ എന്തെങ്കിലും, ബരാക്കത്ത് സ്ഥിരീകരിക്കുന്നു. 2 കാര്യങ്ങളിലും അദ്ദേഹം ശരിയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ ആകാശം തെളിയുന്നു. വിദൂര പർവ്വത കൊടുങ്കാറ്റുകളിൽ നിന്ന് വീർപ്പിച്ചു നുട്ടിയ യൂഫ്രട്ടീസ് ഒരു മൃഗത്തെപ്പോലെ കരയിലേക്ക് പൊട്ടിത്തെറിക്കുന്നു. വെള്ളം ഇരമ്പുന്നു. അവശിഷ്ടങ്ങളെയും സസ്യങ്ങളെയും ഒരു ദുർഭാഗ്യകരമായ കോവർക്കഴുതയെയും തൂത്തുവാരുന്നു. എല്ലാവരും ഉയർന്ന സ്ഥലത്തേക്ക് ഓടുന്നു. ഒട്ടകങ്ങൾ പരിഭ്രാന്തരാകുന്നു. സാധനങ്ങൾ ഒഴുകിപ്പോകുന്നു. ഒരു സുഗന്ധവ്യഞ്ജനപ്പെട്ടി പൊട്ടി. ഗ്രാമ്പു ചെറിയ കപ്പൽ ഛേദങ്ങൾ പോലെ ചെളിയിലേക്ക് ചിതറിക്കിടക്കുന്നു. വഴിയുടനീളം ശകാരിച്ചുകൊണ്ട് തമീർ അതിൻ്റെ പിന്നാലെ മുങ്ങുന്നു. അവർക്ക് 2 ഒട്ടകങ്ങളും ഒരു കൂടാരവും ബരാക്കത്തിന്റെ 2ാമത്തെ മികച്ച ജോഡി ചെരുപ്പുകളും നഷ്ടപ്പെട്ടു. നദി താഴെ ഇളകുമ്പോൾ ക്യാമ്പ് നനഞ്ഞ വസ്ത്രങ്ങൾക്കടിയിൽ വിറയ്ക്കുന്നു. ഇതാണ്, ഞാൻ നദികളെ വെറുക്കുന്നത് ഇതുകൊണ്ടാണ്. അവ ഉറങ്ങുന്നതായി നടിക്കുകയും ഇരുട്ടിൽ നിങ്ങളെ കടിക്കുകയും ചെയ്യുന്നു. തമീർ മുരളുന്നു. ബരാക്കത്ത് പ്രതികരിക്കുന്നില്ല. അവൻ എണ്ണുകയാണ്. ആളുകളല്ല, ബാഗുകൾ. 3 പേരെ കാണുന്നില്ല. പുലർച്ചയോടെ ഞാങ്ങണയിൽ കുടുങ്ങിയ 2 ആളുകളെ അവർ കണ്ടെത്തി. എന്നാൽ 3ാമത്തെ ആളെ കാണാനില്ല. ചുരുളുകൾ, കത്തുകൾ, പെട്രയിൽ നിന്നുള്ള മുദ്രയിട്ട കത്തിലപാടുകൾ എന്നിവ ഇല്ലാതായി. അത് ഗ്രാമ്പുവിനേക്കാൾ കൂടുതൽ കുത്തുന്നു. ഉച്ചയോടെ വെള്ളം കുറയുന്നു. പക്ഷേ കോപം വർദ്ധിക്കുന്നു. പാചകക്കാരിൽ ഒരാൾ സാധനങ്ങൾ ഒളിപ്പിച്ചതായി ഒരു കാവൽക്കാരൻ ആരോപിക്കുന്നു. കുഴപ്പത്തിൽ തന്റെ സ്വർണ്ണമോതിരം മോഷ്ടിക്കപ്പെട്ടു എന്നൊരു വ്യാപാരി അവകാശപ്പെടുന്നു. തത്ത പോലും ദേഷ്യത്തോടെ പറയുന്നു, ആരാണതെടുത്തത്, ആരാണതെടുത്തത് എന്നാവർത്തിച്ചലറുന്നു. ഒരു കഥയിലൂടെ ബരാക്കത്ത് അവരെ സമാധാനിപ്പിക്കുന്നു. ഒരിക്കലൊരു മിന്നൽ വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു യാത്രാസംഘം മറുവശത്ത് അലാബസ്തർ നിറച്ച ഒരു കുഴിച്ചിട്ട നബാറ്റിയൻ നിലവരെ കണ്ടെത്തി. അവരത് സൂക്ഷിച്ചോ? ആരോ ചോദിക്കുന്നു. ബരാക്കത്ത് തോൾ കുലുക്കുന്നു. ശാപത്തിൽ നിന്ന് അവരെത്ര വേഗം ഓടിപ്പോയതിനെ അനുസരിച്ചിരിക്കുമത്. എന്നിട്ടും വിശ്വാസം തകർന്നു. അവനറിയാം. അങ്ങനെ അവനാ വൈകുന്നേരം തൻ്റെ പ്രധാന സംഘത്തെ ഒത്തുചേർത്ത് അത് വ്യക്തമായി പറയുന്നു. നമ്മളിനി സുഗന്ധദ്രവ്യങ്ങൾ മാത്രമല്ല വ്യാപാരം ചെയ്യുന്നത്, നമ്മൾ അതിജീവനം വ്യാപാരം ചെയ്യുകയാണ്. നമ്മൾ പെർസപ്പോളിസിലെത്തിയാൽ നമുക്കുത്തരങ്ങൾ ലഭിക്കും. അതുവരെ നിങ്ങളുടെ കട്ടാരകളും വാക്കുകളും സൂക്ഷിക്കുക. ആ രാത്രിയിൽ ആരോ ആവശ്യത്തിലധികം നേരം ഒരു കത്തി മൂർച്ച കൂട്ടുന്നു. ഇരുട്ടിൻ്റെ വിടെയോ ഒരൊട്ടകം തുമ്മുന്നു. തലയ്ക്ക് മുകളിൽ നക്ഷത്രങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. മരുഭൂമി ഒന്നും ക്ഷമിക്കുന്നില്ല. അത് കാര്യങ്ങൾ, പകകൾ, കടങ്ങൾ, സ്ഥാനം തെറ്റിയ ചുരുപ്പുകൾ ഫയലിൽ അടുക്കിവെച്ച പോലെ സൂക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു. യൂഫ്രട്ടീസ് വെള്ളപ്പൊക്കത്തിന് ശേഷം യാത്രാസംഘം കിഴക്കോട്ട് കൂടുതൽ നേർത്തതും നിശബ്ദവുമായി നീങ്ങുന്നു. വിശ്വാസം ഒരു പൊട്ടിപ്പൂകാവുന്ന വസ്തുവായി മാറി. വാക്കുകൾക്ക് പകരം നോട്ടങ്ങളിലൂടെ കൈമാറുന്നു. തമീർ ഇനി തമാശ പറയുന്നില്ല. ബറാക്കത്ത് ഇനി പുഞ്ചിരിക്കുന്നില്ല. തത്ത പോലും ഒരു പ്രേതബാധയുള്ള മന്ത്രിപ്പിൽ അത് പിന്നിൽ ഉപേക്ഷിക്കൂ എന്ന് പെറുപെറുക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു. വഴി ഇപ്പോൾ സഗ്രോസ് കുന്നിൻ ചെരുവുകളിലേക്ക് തിരിയുന്നു. കൂടുതൽ പരുക്കൻ ഭൂപ്രദേശം, അവിടെ ഭൂമി കുറച്ചുകൂടി സഞ്ചരിക്കുന്നതും കൂടുതൽ സഹിഷ്ണുതയുള്ളതുമായി തോന്നുന്നു. ഗ്രാമങ്ങൾ ഇടയ്ക്കിടെ കാണപ്പെടുന്നു. വെള്ളം കുറയുന്നു. ഈത്തപ്പഴങ്ങൾ അവയുടെ സഞ്ചികളിൽ ചുരുങ്ങുന്നു. ഒരു സാഡിൽ സ്ട്രാപ്പിൻ്റെ ഓരോ ശബ്ദവും ആരും ഉത്തരം നൽകാൻ ആഗ്രഹിക്കാത്ത ഒരു ചോദ്യമായി തോന്നുന്നു. എന്നാൽ അതിശയിപ്പിക്കുന്ന ഒരു ക്ഷണം വരുന്നു. ഓഫ് വൈറ്റ് വസ്ത്രങ്ങൾ ധരിച്ച് കത്തിയ ചൂരച്ചെടിയുടെ നേറിയ മണമുള്ള ഒരു സോറോസ്ട്രിയൻ പുരോഹിതൻ യാത്രാസംഘത്തെ ഒരു പുരാതന ദേവാലയ പാതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഐസിനു മുകളിൽ ഒഴിക്കാവുന്നത്ര സ്മൂത്തായ പേർഷ്യൻ ആക്സെന്റിൽ തികഞ്ഞ അറബിക് സംസാരിക്കുന്നു. നിങ്ങൾ പവിത്രയഗ്നിക്ക് സമീപം കൂടി കടന്നുപോയിട്ടുണ്ട്.
അദ്ദേഹം ബരാക്കത്തിനോട് പറയുന്നു. വരൂ, ഞങ്ങളുടെ ഭക്ഷണം പങ്കിടൂ. നിങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകൾ ജ്വാലകൾ കേൾക്കണം. തമീർ കണ്ണു ചിമ്മുന്നു. ജ്വാലകൾ കേൾക്കില്ല, അവ കത്തിക്കും. ക്ഷമിക്കപ്പെടാത്തവരെ മാത്രം എന്ന് പുരോഹിതൻ മറുപടി നൽകുന്നു. ബരാക്കത്ത് മടിക്കുന്നില്ല, അദ്ദേഹം സമ്മതിക്കുന്നു. അന്ന് വൈകുന്നേരം ഒരു പാറക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിക്ഷേത്രത്തിലേക്ക് യാത്രാസംഘത്തെ സ്വാഗതം ചെയ്യുന്നു. യാസ്ദിന്റെയോ ഇസ്താഖറിന്റെയോ ഗംഭീരമായ ഹാളുകളെക്കാളും എളിമയാണിത്. പക്ഷേ ഇവിടെ പോലും പുണ്യ അഗ്നി കത്തുന്നു. 2 നിശബ്ദ അനുയായികൾ പരിപാലിക്കുകയും കല്ലിൽ കൊത്തിയെടുത്ത ചിഹ്നങ്ങളാൽ ചുറ്റപ്പെടുകയും ചെയ്യുന്നു. ഫറവാഹർ ചിറകുകൾ, സൂര്യപ്രകാശം, പുകപുരണ്ട മേൽക്കൂരയിലേക്ക് ചുരുളുന്ന നിത്യജ്വാലയുടെ രൂപം. അവർ പ്രവേശന കവാടത്തിൽ ചെരുപ്പുകൾ അഴിക്കുന്നു. ഒട്ടകങ്ങൾ പോലും കീഴടങ്ങിയതായി തോന്നുന്നു. വിരുന്ന് ശാന്തമായ ആദരവോടെ തുടങ്ങുന്നു. ഫ്ലാറ്റ് ബ്രെഡ്, പരിപ്പ്, മസാലകൾ ചേർത്ത പയറ്, ഉണക്കിയ ആപ്രിക്കോട്ട്, തകർന്ന പൂക്കളാൽ മധുരമുള്ള വെള്ളം. മാംസമില്ല, ആർപ്പ് വിളികളില്ല, തീയുടെ പൊട്ടലും സാമ്രാജ്യത്തെക്കാൾ പഴക്കമുള്ള ഒന്നിന്റെ മുഴക്കവും മാത്രം. അഗ്നിജ്വാലയ്ക്കടുത്തുള്ള ഒരു വേദിയിൽ നിന്ന് അർത്ഥവാൻ എന്ന മഹാപുരോഹിതൻ സംഘത്തെ അഭിസംബോധനം ചെയ്യുന്നു. നിങ്ങൾ നഗരങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്നു, അതെ, പക്ഷേ യുഗങ്ങൾക്കിടയിലും ഒന്ന് അവസാനിക്കുകയാണ്. ബറാക്കത്ത് നിവർന്നു നിൽക്കുന്നു. അടുത്തത് ചാരത്തിൽ നിന്ന് ജനിക്കുന്നു. ഒരു നീണ്ട നിശബ്ദത. പിന്നെ പുരോഹിതൻ കൂട്ടിച്ചേർക്കുന്നു. പുകയിൽ നമ്മൾ ശകുനങ്ങൾ കണ്ടു. മണലിന് തെക്കുള്ള ഒരു കുട്ടി ഒരൊറ്റ ദൈവത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ഒരൊട്ടക മേയ്ക്കുന്നവന്റെ മകൻ, വിനയമുള്ളവൻ, അപകടകാരി. ബറാക്കത്ത് തമീറുമായി ഒരു നോട്ടം കൈമാറുന്നു. കഥകൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പ്രചരിച്ചു. ഇവിടെ പോലും മുഹമ്മദിനെക്കുറിച്ചുള്ള കിംവദന്തികൾ ഇപ്പോഴും ചെറുപ്പമാണ്, ഇപ്പോഴും അജ്ഞാതമാണ്. ക്ഷേത്രങ്ങളുടെ നിഴലുകളിൽ സംഭാഷണങ്ങൾക്ക് തുടക്കമിട്ടു. ഇസ്ലാമിന്റെ ആദ്യകാല വാക്കുകൾ പേർഷ്യൻ ഹൃദയപ്രദേശങ്ങളിൽ എങ്ങനെ എത്തിയെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. പ്രവാചകന്റെ മദീനയിലേക്കുള്ള കുടിയേറ്റം വരെ അങ്ങനെ ആയിരുന്നില്ലെന്ന് ചിലർ അവകാശപ്പെടുന്നു. അറേബ്യയിൽ രാഷ്ട്രീയമായിട്ടല്ല എന്ന് ചില തീവ്രചിന്തകന്മാർ വിശ്വസിക്കുന്നു. മറിച്ച് പ്രപഞ്ചപരമായി എന്തെങ്കിലും മാറ്റം ആദ്യമായി മനസ്സിലാക്കിയവരിൽ പേർഷ്യൻ അഗ്നിപുരോഹിതന്മാരും ഉൾപ്പെടുന്നു എന്നും. നിങ്ങളത് സ്വീകരിക്കുമോ എന്ന് ബറാക്കത്ത് പുരോഹിതനോട് ചോദിച്ചു. അർത്ഥവാന്റെ കണ്ണുകൾ കനൽ പോലെ തിളങ്ങുന്നു. ഞങ്ങൾ അഗ്നിജ്വാല സൂക്ഷിക്കുന്നു, പക്ഷേ ഞങ്ങൾ കാറ്റിനെ നിരീക്ഷിക്കുന്നു. പിന്നീട് ബരാഗത്ത് ക്ഷേത്രമുറ്റത്ത് നടക്കുന്നു. ഇവിടെ തണുപ്പാണ്. പർവ്വതവായുവും നിശബ്ദതയും കൊണ്ട് തണുത്ത കൽത്തറകൾ. പ്രാർത്ഥനകൾ കുത്തിയെടുത്ത ഒരു മതിൽ അയാൾ കണ്ടെത്തുന്നു. പഴയ പേർഷ്യൻ ഭാഷയിലൊന്ന്, സത്യം പ്രകാശമാണ്. മറ്റൊരാൾ പറയുന്നു, വ്യാപാരത്തിന്റെ വായിലൂടെ ഒരു നുണയും കടക്കാതിരിക്കട്ടെ. തമീർ അവന്റെ അരികിൽ പ്രത്യക്ഷപ്പെടുന്നു. കാവ്യാത്മകം, സത്യം. ചിലപ്പോൾ അതൊന്നു തന്നെയാണ്. ആ രാത്രിയിൽ യാത്രാസംഘം പാറക്കെട്ടുകൾക്കടിയിൽ ഉറങ്ങുന്നു. ഒരു കാവൽക്കാരൻ ഉറക്കെ നിലവിളിച്ചുണർന്നു. അവൻ മണലിൽ നിന്ന് തീ കത്തുന്നതും ഒട്ടകങ്ങൾ കണ്ണാടിയായി മാറുന്നതും മനുഷ്യർ ചാരമായി മാറുന്നതും സ്വപ്നം കണ്ടു. വളരെയധികം ആപ്രിക്കോട്ട് കഴിച്ചു, തമീർ പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വരം ഇടുങ്ങിയതാണ്. പ്രഭാതമടുക്കുമ്പോൾ പുരോഹിതന്മാരിൽ നിന്ന് ബരാഗത്തിനൊരു ചെറിയ പിച്ചളകുംഭം സമ്മാനമായി ലഭിക്കുന്നു. ഒരു വശത്ത് ഒരു തീജ്വാല, മറുവശത്ത് ഒരു മരം. മരം വളയുന്നു. അർത്ഥവാൻ പറയുന്നു, തീ അങ്ങനെയല്ല. സാഹചര്യമനുസരിച്ച് രണ്ടുമാകട്ടെ. യാത്രാസംഘം വീണ്ടും ജാഗ്രതയോടെ പുറത്തേക്ക് നീങ്ങുന്നു. പിറ്റേന്നവർ തകർന്ന ഒരു കോട്ട കടന്നുപോകുന്നു. തകർന്ന മതിലുകൾ, പകുതി ഗോപുരം, കാറ്റിൽ മൂളുന്ന ഒരു കിണർ. ബരാക്കത്ത് കുറച്ചുനേരം നിൽക്കുന്നു. അവൻ കല്ലുകളിലൊന്നിൽ ഒരു ചെറിയ അടയാളം കൊത്തിയെടുക്കുന്നു. ഒരു വരയാൽ വിഭജിക്കപ്പെട്ട ഒരു വൃത്തം, ഒരു വ്യാപാരിയുടെ കൂട്. പിന്നാലെ വരുന്നവർക്കുള്ള ഒരു സൂചന. ആകാശം നോക്കൂ. അവർ ഉപ്പും മങ്ങിയതുമായ ഒരു സമതലത്തിൽ തമ്പടിക്കുന്നു. ആകാശം പിന്നീട് വയലറ്റ് നിറമാകും. നക്ഷത്രങ്ങൾ അവയുടെ നിശബ്ദ ഗ്രിഡിൽ തിരിച്ചെത്തുന്നു. തമീർ കത്തി മൂർച്ച കൂട്ടുന്നു. കണ്ണുകൾ തുളച്ചു കയറുന്നു. ഈ തെക്കൻ പ്രസംഗകൻ എഴുന്നേറ്റാൽ പുരോഹിതന്മാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന് കരുതുന്നുണ്ടോ? ബരാഖത്ത് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നു. അവർ കാത്തിരിക്കും. അവരെപ്പോഴും അങ്ങനെയാണ്. അവർ അങ്ങനെ അല്ലാതാകുന്നതുവരെ.
പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ തീ വീഴുമോ? ബരാഖത്ത് തീജ്വാലകളിലേക്ക് നോക്കുന്നു. നമ്മൾ ഉണങ്ങിയ വിറകിന് മുകളിലാണ് നടക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെർസെപ്പോളിസ് ഒറ്റയടിക്കെത്തുന്നില്ല. അത് ലോകത്തിലേക്ക് ചോർന്നൊലിക്കുന്നു. ആദ്യം കിംവദന്തിയായി, പിന്നീട് അവശിഷ്ടങ്ങളായി, പിന്നീട് കുഴിച്ചിട്ട മഹത്വത്തിനു മുകളിൽ നിർമ്മിച്ച നിഴലുകളുടെ നഗരമായി. രാജാക്കന്മാരുടെ താഴ്വരയിലേക്ക് കാരവാൻ കാറ്റടിച്ചു നീങ്ങുമ്പോൾ റോഡ് ഇടുങ്ങിയതായി മാറുന്നു. ഒരു കാലത്ത് ഡാരിയസ്, സെർക്സസ്, കല്ലിൽ കുത്തിയെടുത്ത ദേവന്മാർ എന്നിവരുടെ വാസസ്ഥലമായ അക്കീമെനിഡ് സാമ്രാജ്യത്തിന്റെ ആചാരപരമായ ഹൃദയമായിരുന്നു ഇത്. ഇപ്പോഴോ തകർന്ന അവശിഷ്ടം. ഒരിക്കൽ അമർത്യർ നടന്നിരുന്നിടത്ത് ഇപ്പോൾ ആടുകൾ വീണ്ടുപോയ തൂണുകൾക്കടിയിൽ നക്കുന്നു. ബറാഖത്ത് മുമ്പ് അവശിഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെയല്ല. വീണുപോലെ ഒരു ഭീമനെപ്പോലെ പെർസപ്പോളിസ് മരുഭൂമിയുടെ തറയിൽ വ്യാപിച്ചു കിടക്കുന്നു. അതിന്റെ നിരകൾ വാരിയെല്ലുകൾ പോലെ പൊടിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു. സൂര്യപ്രകാശം വിചിത്രമായ കോണുകളിൽ റിലീഫുകളിൽ പതിക്കുന്നു. പുരാതന കൊത്തുപണികൾ വർത്തമാനകാലത്തെ അംഗീകരിക്കാത്തതുപോലെ മാറുന്നു. ഒരു കാലത്ത് ഭരണാധികാരികൾക്കും അംബാസഡർമാർക്കും പ്രവേശന കവാടമായിരുന്ന എല്ലാ രാഷ്ട്രങ്ങളുടെയും കവാടം ഇപ്പോൾ പരുന്തുകൾക്കും നിശബ്ദതയ്ക്കുമുള്ള ഒരിടമായിരിക്കുന്നു. തമീർ വിസിൽ മുഴക്കുന്നു. അപ്പോൾ സാമ്രാജ്യങ്ങൾ അഴുകുന്നത് ഇവിടെയാണ്. അഴുകിയതല്ല, കാത്തിരിക്കാൻ ബറാഖത്ത് തിരുത്തുന്നു. പച്ചയും വെങ്കലവും ധരിച്ച, വിശ്വസിക്കാൻ പറ്റാത്തത്ര തികഞ്ഞ താടിയുള്ള ഒരു സസാനിയൻ ഉദ്യോഗസ്ഥൻ പുറത്തെ പാളയത്തിൽ അവരെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിന്റെ പേര് മിഹ്റാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പനിനീരിന്റെയും എന്തോ ഒരു ഉദ്ദേശത്തിന്റെയും ഗന്ധമുണ്ട്. നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു, അദ്ദേഹം പറയുന്നു. എന്നിട്ടും ഇതൊരു സമൻസ് പോലെ തോന്നുന്നു. ബറാഖത്ത് മറുപടി പറയുന്നു. മിഹ്റാൻ പുഞ്ചിരിക്കുന്നു. ഉൾക്കാഴ്ചയുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുന്നത്. ഞങ്ങൾ പെർഷ്യ, തീ, മൂടുപടത്തിന് പിന്നിലെ കണ്ണുകൾ. ഒരു കാലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഹാളായിരുന്ന സ്ഥലത്ത് അവർക്ക് താമസ സൗകര്യം നൽകിയിരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന അതിഥികൾക്കും ഉന്നതരായ വ്യാപാരികൾക്കും വേണ്ടി നവീകരിച്ചിരിക്കുന്നു. വിള്ളലുകൾ നിറഞ്ഞ കല്ലുകൾ പരവന്തികൾ മൂടുന്നു. ധൂപവർഗം പൂപ്പലിനെതിരെ പോരാടുന്നു. എല്ലാ സേവകരും നിരീക്ഷിക്കുന്നു. ആരും സംസാരിക്കുന്നില്ല. യാത്രാസംഘത്തോട് വിശ്രമിക്കാൻ പറയുന്നു. എന്നാൽ ഈ നഗരത്തിൽ വിശ്രമം അപൂർവമായി മാത്രമേ സന്ദർഭിക്കുകയുള്ളൂ. ആ വൈകുന്നേരം ബരാഖത്തിനെ ഒരു സ്വകാര്യ പ്രേക്ഷകമുറിയിലേക്ക് നയിക്കുന്നു. ചുമരുകളിൽ പഴയ ഗ്ലിഫുകൾ നിരന്നിരിക്കുന്നു. ചിറകുകൾ, യോദ്ധാക്കൾ, താമരപ്പൂക്കൾ. പുകയുടെ മറയ്ക്ക് പിന്നിൽ അങ്ങേയറ്റത്ത് സസാനിയൻ കൊട്ടാരത്തിന്റെ ഒരു ഉന്നത ഉപദേഷ്ടാവിരിക്കുന്നു. അവന്റെ പേര് മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വളരെ ദൂരം സഞ്ചരിച്ചു, ഉപദേഷ്ടാവ് പറയുന്നു. തേനിൽ നനഞ്ഞ ചരൽ പോലെയുള്ള അവന്റെ ശബ്ദം. ധാരാളം കണ്ടു, കൂടുതൽ കേട്ടു. ഞാൻ വ്യാപാരം ചെയ്യുന്നു. ബരാഖത്ത് ഉത്തരം നൽകുന്നു. സുഗന്ധദ്രവ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ വരുന്നു. ചില സുഗന്ധദ്രവ്യങ്ങളുടെ വിഷവും. സന്ധികളിൽ പൊടി അടിഞ്ഞുകൂടിയതുപോലെ ഉപദേഷ്ടാവ് പതുക്കെ എഴുന്നേൽക്കുന്നു. അശാന്തിയുണ്ട്. റോം ഇളകുന്നു. അറേബ്യ മൂഴുന്നു. തീയുടെ നാവുകൊണ്ട് സംസാരിക്കുന്ന തെക്കൻ പ്രദേശത്തെ ഒരു മനുഷ്യന്റെ കാട്ടിൽ പോലും മന്ത്രിക്കുന്നു. ബരാഖത്ത് ഒന്നും പറയുന്നില്ല. ഉപദേഷ്ടാവ് അടുത്തേക്ക് ചുവടുവെക്കുന്നു. അവൻ യഥാർത്ഥമാണോ? ഒരു സ്പന്ദനം. ബരാഖത്ത് കണ്ണുകൾ ഉയർത്തുന്നു. അതെ. ഒരു സംശയം സ്ഥിരീകരിക്കുന്നതുപോലെ ഉപദേഷ്ടാവ് പതുക്കെ തലയാട്ടുന്നു. അവൻ രാജാക്കന്മാരുമായി വ്യാപാരം നടത്തുമോ? അവൻ അവരെ ചുട്ടുകളഞ്ഞേക്കാം. നിശബ്ദതയുണ്ട്. പിന്നെ ഒരു ചിരി. വരണ്ട, ശൂന്യമായ, രസകരമല്ലാത്ത. നമ്മൾ മുമ്പ് പ്രവാചകന്മാരെ സഹിച്ചിട്ടുണ്ട്. പുതിയ തീജ്വാലകളെ പഴയ തീ ഭയപ്പെടുന്നില്ല. ആ രാത്രിയിൽ പെർസപ്പോളിസിന്റെ പുനഃസ്ഥാപിത മുറ്റങ്ങളിൽ ഒരു വിരുന്ന് നടക്കുന്നു. കൽസിംഹങ്ങൾക്കെതിരെ എണ്ണവിളക്കുകൾ മിന്നിമറയുന്നു. ഭക്ഷണം അതിഗംഭീരമാണ്. കുങ്കുമപ്പൂ സ്റ്റ്യൂ, തേൻ ചേർത്ത ബദാം, മിഠായി ചേർത്ത റോസാപ്പൂക്കൾ. സംഗീതജ്ഞർ വീണകൾ മധ്യ പേർഷ്യൻ ഭാഷയിൽ പാടുന്നു. ഓരോ നോട്ടും, ഓരോ നോട്ടവും, ഓരോ ടോസ്റ്റും കണക്ക് കൂട്ടിയിരിക്കുന്നു. തമീർ ഒന്നും കുടിക്കുന്നില്ല. ബരാഖത്ത് പതുക്കെ കുടിക്കുന്നു. പിന്നിലൂടെ കടന്നുപോകുന്ന ഒരു നർത്തകിയുടെ ശബ്ദം കേൾക്കുന്നു. നഖത്തിൽ മഷി പുരണ്ട മനുഷ്യനെ സൂക്ഷിക്കുക. മറ്റുള്ളവരെന്തിനാണ് മരിക്കുന്നത് എന്നവൻ എഴുതുന്നു. പിന്നീട് ബരാഖത്ത് അവനെ കാണുന്നു. വേദിക്ക് സമീപം ഇരിക്കുന്ന ഒരു എഴുത്തുകാരൻ. വിരലുകൾ ഇരുണ്ടതും സംഗീതത്തിന് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച കണ്ണുകളും. ആടുകൾ സ്വന്തം കത്തികൾ തിരഞ്ഞെടുക്കുന്നത് കാണുന്ന ഒരു കശാപ്പുകാരനെപ്പോലെ അവൻ വ്യാപാരികളെ നിരീക്ഷിക്കുന്നു. സസാനിയൻ കോടതികൾ എംബഡഡ് എഴുത്തുകാരെ ചാരവൃത്തിക്ക് ഉപയോഗിച്ചോ
അതോ റെക്കോർഡ് സൂക്ഷിക്കാൻ മാത്രമാണോ ഉപയോഗിച്ചതെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. എല്ലാ വിദേശ വ്യാപാരികളെയും നിഴലിട്ടിരുന്നുവെന്ന് ഒരു സ്കൂൾ അവകാശപ്പെടുന്നു. അധികാരങ്ങൾക്കിടയിൽ വളരെ സ്വതന്ത്രമായി സഞ്ചരിച്ചവർ മാത്രമായിരുന്നു അത് എന്ന് മറ്റൊരു സ്കൂൾ പറയുന്നു. ബരാക്കത്ത് 2 പ്രൊഫൈലുകൾക്കും യോജിക്കുന്നു. പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് ഒരു സന്ദേശം എത്തിക്കുന്നു. എഴുതിയിട്ടില്ല, കറുത്ത ഒബ്സിഡിയൻ കഷണത്തിൽ കൊത്തിയെടുത്തത്. അദ്ദേഹം അത് ലളിതമായി വായിക്കുന്നു. നിങ്ങൾ വന്ന വഴിക്ക് തിരികെ പോകരുത്. അന്തിമ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ഭീഷണികൾ അറിയിക്കാൻ സസാനിയൻ ഏജന്റുമാർ ചിലപ്പോൾ ഒബ്സിഡിയൻ ഗുളികകൾ ഉപയോഗിച്ചിരുന്നുവെന്ന് ഫ്രഞ്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ശരിയാണെങ്കിലും അല്ലെങ്കിലും ബരാക്കത്ത് ശ്രദ്ധയോടെ അത് ഉൾക്കൊള്ളുന്നു. പെർസപ്പോളിസിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം പാറക്കെട്ടുകളിൽ കൊത്തിയെടുത്ത രാജകീയ ശവകൂടങ്ങൾ സന്ദർശിക്കുന്നു. റുസ്തം കാലത്താൽ മുറിഞ്ഞുപോയെങ്കിലും തലകുനിക്കാതെ രാജാക്കന്മാരുടെ മുഖങ്ങൾ താഴേക്ക് നോക്കുന്നു. സെർക്സസ്, ഡാരിയസ്, അർത്താക്സർസെക്സ്, കല്ല് പൈജാമ ധരിച്ച ഭീമന്മാർ. ഡാരിയസിന്റെ ശവകൂടത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം ഒരു ഗ്രാമ്പു വയ്ക്കുന്നു. നീ തുറന്ന വഴികൾക്കായി, അദ്ദേഹം മെല്ലെ പറയുന്നു. കൈകൾ കൂട്ടിപ്പിടിച്ച് താമിർ അവരോടൊപ്പം ചേരുന്നു. നിങ്ങൾ അവർ നമ്മളെ കാണുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നത് അവർ വ്യാപാരത്തിന്റെ സുഗന്ധം ഓർക്കുന്നുവെന്നാണ്. യാത്ര പുനരാരംഭിക്കുന്നു. പക്ഷെ എന്തോ ഒന്ന് മാറി. ബരാക്കത്ത് ഇനിയൊരു വ്യാപാരിയെപ്പോലെ തോന്നുന്നില്ല. അയാൾക്കൊരു സന്ദേശവാഹകനെ പോലെ തോന്നുന്നു. പൂർണ്ണമായി എഴുതാത്ത സന്ദേശങ്ങളുടെ, ഇതുവരെ ഉച്ചത്തിൽ പറയാത്ത മാറ്റത്തിൻ്റെ. അവർ താഴ്വാര വിട്ടു പോകുമ്പോൾ കാറ്റുയരുന്നു. തെക്കുനിന്നൊരു ചൂടുള്ള കാറ്റ്. വിചിത്രമായി അത് മൂറിന്റെ ഗന്ധം മണക്കുന്നത് പോലെ തോന്നുന്നു. പടിഞ്ഞാറൻ യാത്ര ചടങ്ങുകളില്ലാതെ ആരംഭിക്കുന്നു. കാഹളനാദങ്ങളില്ല, വിടവാങ്ങലുകളില്ല. ഒട്ടകക്കുളമ്പുകൾക്ക് പിന്നിലുയരുന്ന പൊടിപടലങ്ങളും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര കുഴഞ്ഞ ചിന്തകളുടെ നിശബ്ദമായ മൂളലും മാത്രം. ബരാക്കത്ത് അസാധാരണമായി നിശബ്ദനായി മുന്നിൽ സവാരി ചെയ്യുന്നു. തമീറിനുപോലും നിശബ്ദതയെ ശക്തമായി അടിച്ചമർത്താൻ അറിയില്ല. പുരുഷന്മാർ ക്ഷീണിതരാണ്, പക്ഷെ അതിലുപരി അവർ ഒരു കൊടുങ്കാറ്റിന് തൊട്ടുമുമ്പുള്ള മണൽ പോലെയാണ്. എന്തോ വരുന്നു, പക്ഷെ അത് എന്ത് രൂപമെടുക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവരുടെ പാത ഇപ്പോൾ തെക്ക് പടിഞ്ഞാറോട്ട് വളയുന്നു. പേർഷ്യയുടെ അരികുകളിൽ തുന്നിച്ചേർത്ത ചെറിയ വാസസ്ഥലങ്ങളിലൂടെയും കാരവാൻ പോസ്റ്റുകളിലൂടെയും വളയുന്നു. രാജകീയ ഭൂപടങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്ത സ്ഥലങ്ങളാണിവ, പക്ഷെ സുഗന്ധവും കിംവദന്തിയും കൊണ്ട് അറിയപ്പെടുന്നു. സൂസയുടെ എൽബോ അല്ലെങ്കിൽ ഡ്രൈഗോട്ട് ക്രോസിംഗ് പോലുള്ള പട്ടണങ്ങൾ. വെള്ളം കുറവാണ്, പക്ഷെ ഗോസിപ്പുകൾ ധാരാളമുണ്ട്. ഒരു വിശ്രമ കേന്ദ്രത്തിൽ മൂടുപടം ധരിച്ച ഒരു സ്ത്രീ എള്ളുകേക്കുകൾ വിൽക്കുന്നു. തെക്കിലെ ആളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിഗ്രഹങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളെ. ബരാക്കത്ത് പതുക്കെ തലയാട്ടുന്നു. അദ്ദേഹം കള്ളം പറയുകയില്ലെന്നവർ പറയുന്നു. അവരുടെ ശത്രുക്കൾ പോലും അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിക്കുന്നു. അവർ പോയതിനുശേഷം തമിർ അകത്തേക്ക് ചാഞ്ഞു. അവർ അദ്ദേഹത്തിന്റെ പേര് നാണയങ്ങളിൽ കുത്തിയെടുത്തതുപോലെയാണ് സംസാരിക്കുന്നത്. ബരാക്കത്തിന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നു. നാണയങ്ങൾ മങ്ങിപ്പോകും, പക്ഷെ വാക്കുകൾ എന്നും തിളങ്ങി നിൽക്കും. ചരിത്രമനുസരിച്ച് 600കളുടെ തുടക്കത്തിൽ മുഹമ്മദ് നബിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള കഥകൾ വ്യാപാരമാർഗങ്ങളിലൂടെ, പ്രത്യേകിച്ചും മക്കയ്ക്കും ലെവന്റിനുമിടയിൽ സഞ്ചരിച്ച വ്യാപാരികളിലൂടെ അരിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു. അറേബ്യയ്ക്ക് പുറത്ത് ആദ്യകാല സ്വകാര്യം പറച്ചിലുകൾ എത്രത്തോളം ഗൗരവമായി എടുത്തിരുന്നു എന്നത് വ്യക്തമല്ല. പേർഷ്യൻ മിസ്റ്റിക്കുകൾ ഏകദൈവ വിശ്വാസത്തിന്റെ ഉദയത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നുവെന്ന് ചില ഫ്രഞ്ച് ഗവേഷകർ അവകാശപ്പെടുന്നു. വരാനിരിക്കുന്ന ഒരു ഏകീകരണകാരിയെക്കുറിച്ചുള്ള വാക്യങ്ങൾ പ്രാദേശിക കവികൾ ഇതിനകം രചിച്ചിരുന്നതായി മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. ആഭ്യന്തര പ്രദേശത്തേക്ക് 3 ദിവസം കൂടി പോയപ്പോൾ കാരവാൻ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു. പകുതി പണിത അഗ്നിദേവാലയം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടു. അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല, അശുദ്ധമാക്കിയിട്ടില്ല, വെറുതെ താൽക്കാലികമായി നിർത്തിവെച്ച പോലെ. ഇഷ്ടികകൾ അടുക്കി വച്ചിരിക്കുന്നു. മച്ച് പാതി വഴിയിൽ. അഗ്നി ബലിപീഠം സ്ഥാപിച്ചിരുന്നെങ്കിലും അത് തണുത്തിട്ടുണ്ട്. കാൽപ്പാടുകളില്ല, പോരാട്ടത്തിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. താമിർ ചുറ്റളവിൽ നടക്കുന്നു. ഭൂതങ്ങൾ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഉപേക്ഷിക്കില്ല. ബരാക്കത്ത് ബലിപീഠത്തിന് മുകളിലൂടെ ഒരു കൈ ഓടിക്കുന്നു. അത് തണുപ്പാണ്. തീജ്വാല തൊടുന്നില്ല. ഒരുപക്ഷെ അവർ മറ്റെന്തെങ്കിലും കത്തിച്ചിരിക്കാം, അയാൾ പറഞ്ഞു. അവർ അസ്വസ്ഥതയോടെ സമീപത്ത് തമ്പടിക്കുന്നു. ആ രാത്രിയിൽ താമിർ കാവൽ നിൽക്കുന്നു.
ഒരു യുവ കാവൽക്കാരൻ കരഞ്ഞുകൊണ്ടുണരുന്നു. എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാൻ കഴിയാത്തതെന്താണ്? തത്ത പോലും സംസാരിക്കാൻ വിസമ്മതിക്കുന്നത് എല്ലാവരെയും കൂടുതൽ വിഷമിപ്പിക്കുന്നു. നേരം പുലരുമ്പോൾ ബറാക്കത്ത് വേഗത്തിൽ നീങ്ങാൻ നിർബന്ധിക്കുന്നു. അവർ പാക്ക് ചെയ്യുമ്പോൾ ക്യാമ്പിനടുത്തുള്ള ഒരു കല്ലിനടിയിൽ ചെറുതായി മാന്തിക്കുഴിയുണ്ടാക്കിയ ഒരു സന്ദേശം അവർ കാണുന്നു. തീ സംസാരിക്കുന്നത് നിർത്തുമ്പോൾ നിശബ്ദതയെ പിന്തുടരുക. അവർ ഉച്ചതിരിഞ്ഞുള്ള ചൂടിലൂടെ നടക്കുന്നു. ലോകം അവരുടെ ചുറ്റും തിളങ്ങുന്നു. മരുഭൂമി തന്ത്രങ്ങൾ കളിക്കുന്നു. മരീചികകൾ, വ്യാജ റോഡുകൾ, ഇടയ്ക്കിടയ്ക്ക് വിചിത്രമായ ആത്മവിശ്വാസമുള്ള പല്ലി. എന്നാൽ പിന്നീട് എതിർദിശയിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രാസംഘത്തെ അവർ കണ്ടുമുട്ടുന്നു. യമനിൽ നിന്നുള്ള വ്യാപാരികൾ, പുതിയ മുഖങ്ങൾ, പുതിയ ശബ്ദങ്ങൾ, എന്നാൽ അതേ പേര്. വിസ്മയത്തോടെ മന്ത്രിച്ചു. അവൻ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരാൾ പറയുന്നു, ദൈവങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഗോത്രങ്ങളെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും. അവൻ സ്ത്രീകളെക്കുറിച്ചും സംസാരിക്കുന്നു. മറ്റൊരാൾ പറയുന്നു, അവർക്കും അവകാശങ്ങളുണ്ടെന്ന്. നഷ്ടപ്പെടാനൊന്നുമില്ലാത്തൊരു പുരുഷനെപ്പോലെയാണ് അവൻ സംസാരിക്കുന്നത്. മൂന്നാമൻ കൂട്ടിച്ചേർക്കുന്നു, എങ്ങനെയോ അദ്ദേഹം കൂടുതൽ ആളുകളിലേക്ക് സ്വാധീനിക്കുന്നു. ബരാക്കത്ത് തടസ്സമില്ലാതെ ശ്രദ്ധിക്കുന്നു. അവർ വേർപിരിയുമ്പോൾ താമിർ ബരാക്കത്തിലേക്ക് തിരിയുന്നു. ഇപ്പോഴും നമ്മൾ സുഗന്ധദ്രവ്യങ്ങൾ വ്യാപാരികൾ ചെയ്യുകയാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ബരാക്കത്ത് പറയുന്നു. നമ്മൾ കത്തിക്കാനുള്ള വിറകു കഷ്ണങ്ങൾ വിതരണം ചെയ്യുന്നു. അവർ മർവാസ് എന്നൊരു വാസസ്ഥലത്തെട്ടുന്നു. വെളുത്ത കളിമണ്ണും ഷാഠ്യമുള്ള സ്വപ്നങ്ങളും കൊണ്ട് നിർമ്മിച്ച ചെറുതും പൊടി നിറഞ്ഞതുമായ ഒരു വാസസ്ഥലം. ഇവിടെയാണ് അവർ മറ്റൊരു വിചിത്രതയെ കാണുന്നത്. വേരിയേറ്റ് പൊള്ളലേറ്റ ഒരു ക്രിസ്ത്യൻ സന്യാസി ചെരുപ്പുകൾ വീശി പരിഭ്രാന്തരായ ഒരു കൂട്ടം കുട്ടികളോട് സിറിയാക്ക് ഭാഷയിൽ പ്രസംഗിക്കുന്നു. അദ്ദേഹം യാത്രാസംഘത്തെ അപ്പവും പുളിപ്പിച്ച ആട്ടിൻപാലും നൽകി സ്വാഗതം ചെയ്യുന്നു. ബരാക്കത്തിനോട് പറയുന്നു, ദൈവം എപ്പോഴും അടുത്ത മണൽക്കുന്നിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്ന്. അവർ രാത്രി വൈകിയും സംസാരിക്കുന്നു. സന്യാസി റോമൻ ഭിന്നതകളെക്കുറിച്ച് സംസാരിക്കുന്നു. കത്തിച്ചതും മാറ്റിയെഴുതിയതുമായ ഗ്രീക്ക് ഗ്രന്ഥങ്ങളെക്കുറിച്ച്. കുതിരപ്പുറത്തല്ല, വാക്കുകളിൽ സവാരി ചെയ്യുന്ന പ്രകാശം ധരിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം കണ്ട സ്വപ്നത്തെക്കുറിച്ച്. അദ്ദേഹം നിങ്ങളുടേതാണോ? ബരാക്കത്ത് ചോദിക്കുന്നു. സന്യാസി ചിരിക്കുന്നു. അദ്ദേഹം ആരുടേതുമല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ ഇത്ര പ്രാധാന്യം നൽകുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഈ പ്രാരംഭഘട്ടത്തിൽ പോലും പ്രവാചകന്റെ പ്രതിച്ഛായ അദ്ദേഹം ഒരിക്കലും കാണുകയോ കേൾക്കുകയോ അദ്ദേഹത്തെപ്പോലെ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ലാത്ത മനുഷ്യരുടെ ഭാവനകളിൽ രൂപപ്പെടുകയാണ്. ഇത് ഇസ്ലാമിനെക്കുറിച്ചല്ല, സാമ്രാജ്യം, വ്യാപാരം, ക്ഷയം എന്നിവയാൽ മങ്ങലേറ്റൊരു കാലഘട്ടത്തിൽ വ്യക്തതയ്ക്കായുള്ള ദാഹത്തെക്കുറിച്ചാണ്. ഈ ആത്മീയ വിശപ്പ് വ്യാപകമായിരുന്നു, അതോ പ്രാന്തചിന്തകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. എന്നാൽ ഇവിടെ പേർഷ്യയുടെ പൊടിപൊടിച്ച അതിർത്തികളിൽ എല്ലാവരും എന്തോ ഒന്ന് കത്തിക്കയറാൻ കാത്തിരിക്കുന്നതായി തോന്നുന്നു. ബരാക്കത്ത് രാത്രിയിൽ എഴുതാൻ തുടങ്ങുന്നു. ലെഡ്ജറുകളല്ല, ചരക്ക് ലിസ്റ്റുകളല്ല, ചിന്തകൾ, വാക്യങ്ങൾ, സത്യങ്ങൾ തിരിച്ചറിയാതെ സംസാരിച്ച ആളുകളുടെ പേരുകൾ. ആവർത്തിക്കുന്നൊരു വരി, റോഡ് മാറുകയാണ്. ചുരുളുകൾക്കും വെളുത്ത തോലുകൾക്കും നിശബ്ദതയ്ക്കും വേണ്ടി ആഡംബരങ്ങൾ വിറ്റഴിച്ചവർ മർവാസിന് കുറച്ച് സാധനങ്ങൾ നൽകി വിടുന്നു. ഇനി ബറാക്കത്ത് ലാഭത്തെ കണക്കാക്കുന്നില്ല, അദ്ദേഹം ശബ്ദങ്ങളെ കണക്കാക്കുന്നു. ഇപ്പോൾ ഓരോ ശബ്ദത്തിലും പ്രതീക്ഷയുടെ ഒരു നോട്ടുണ്ട്. തെക്കോട്ടുള്ള വഴി ആരംഭിക്കുന്നത് വിണ്ടുകീറിയ മണ്ണും പൊട്ടിയ പുഞ്ചിരികളുമാണ്. ഇപ്പോൾ കാരവൻ കൂടുതൽ നീളമുള്ളതായിരിക്കുന്നു. ഒരു വ്യാപാരികളുടെ പരേഡോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അരികിലൂടെ തുന്നിച്ചേർത്ത ഒരു ലക്ഷ്യബോധമുള്ള നൂലുപോലെയോ കാണപ്പെടുന്നു. ബരാക്കത്ത് ഇനിയൊരു വ്യാപാരിയായി സ്വയം പരിചയപ്പെടുത്തുന്നില്ല. അയാൾക്ക് അത് ആവശ്യമില്ല. ആളുകൾ കാരവനെ തിരിച്ചറിയുന്നു. പ്രശസ്തിയിൽ നിന്നല്ല, മറിച്ച് പാറ്റേണിൽ നിന്നാണ്. വടക്കോ കിഴക്കോ പോകുന്ന മറ്റു ഗ്രൂപ്പുകളെ അവർ മറികടന്നു. അവരെല്ലാം കാറ്റിലെ അതേ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ പെർസപ്പോളിസിൽ നിന്ന് വന്നവരാണ്, തീയിൽ നടക്കുന്നവർ എന്ന് ഖദീബ് എന്ന ഗ്രാമത്തിലെ ഒരു ഉപ്പു വ്യാപാരി പറയുന്നു. താമിർ നെറ്റിചുളിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ പൊള്ളലേറ്റതായി തോന്നുന്നുണ്ടോ? ആ മനുഷ്യൻ തോൾ കുലുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുവരെയില്ല. അവർ 2 ദിവസം ഖദീബിൽ വിശ്രമിക്കുന്നു. താഴ്ന്ന മതിലുകളുടെയും പൊടി നിറഞ്ഞ ഇടവഴികളുടെയും മേൽക്കുരയിലെ മന്ത്രിക്കല്ലിൻ്റെയും ഒരു പസിലാണ് പട്ടണം.
അതിൻ്റെ നടുവിൽ നേരിയ മെറ്റൽ രുചിയുള്ള ഒരു കിണറുണ്ട്. ഒരു കവി ചന്ദ്രൻ കടലിലേക്ക് ഒഴുകിയെത്തുന്നതിനെക്കുറിച്ചുള്ള വാക്യങ്ങൾ ചൊല്ലുന്നു. കുട്ടികൾ ആരും പാടിയില്ലെങ്കിൽ ഇരിക്കാത്ത ഒട്ടകത്തെ നോക്കി ചിരിക്കുന്നു. എന്നാൽ പൊടിയുടെയും കളികളുടെയും അടിയിൽ മാനസികാവസ്ഥ ജാഗ്രതയുള്ളതാണ്. വ്യാപാരികൾ പകുതി വാക്യങ്ങളിൽ സംസാരിക്കുന്നു. ഏറ്റവും ലളിതമായ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകാതെ മൂപ്പന്മാർ നിർത്തുന്നു. സിംഹാസനം അവകാശപ്പെടാത്ത, നികുതി നിരിക്കുന്ന, വിഗ്രഹങ്ങൾ സ്വീകരിക്കാത്ത ഒരു തെക്കൻ പ്രവാചകനെക്കുറിച്ച് സംസാരമുണ്ട്. നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് സംസാരമുണ്ട്. ബരാക്കത്ത് വർദ്ധിക്കുന്ന നിശബ്ദതയോടെ ശ്രദ്ധിക്കുന്നു. ഇവ ഇപ്പോൾ മിസ്റ്റിക്കുകളുടെ ആഡംബരപൂർണമായ വാഗ്വാദങ്ങളല്ല. അവ രൂപീകരണത്തിലെ വസ്തുതകളാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സംഭവങ്ങളാണത്. ചരിത്രകാരന്മാർ ഈ കാലഘട്ടത്തെ 600കളുടെ തുടക്കത്തിൽ വളർന്നുവരുന്ന ആത്മീയ ഒത്തുചേരലിന്റെ ഒന്നായി അടയാളപ്പെടുത്തുന്നു. സ്വരാഷ്ട്രീയക്കാർ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, അറബ് ഗോത്രമതങ്ങൾ എന്നിവ അസ്വസ്ഥമായ സഹിഷ്ണുതയോടെ അടുത്തടുത്തായി നിലനിന്നിരുന്നു. പക്ഷേ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരുന്നു. സാമ്രാജ്യങ്ങളുടെ രാഷ്ട്രീയ ക്ഷീണം ആളുകളെ ഒരു പുതിയ ആത്മീയ അധികാരത്തിലേക്ക് കൂടുതൽ തുറന്നവരാക്കിയെന്ന് ചിലർ അവകാശപ്പെടുന്നു. മറ്റുള്ളവർ അത് സാമ്പത്തികമായിരുന്നു എന്ന് വാദിക്കുന്നു. പഴയ ദൈവങ്ങൾ കണക്കുകൾ സംരക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. കത്തീബിൽ ബരാക്കത്ത് ഒരു സന്ദർശകനെ സ്വീകരിക്കുന്നു. അവൾ നീല മൂടുപടം ധരിച്ച് തികഞ്ഞ അറബി സംസാരിക്കുന്നു. പക്ഷേ അവളുടെ ഉച്ചാരണം നബീത്തിയനാണ്. അവളുടെ പേര് സിറ എന്നാണ്. അവൾ കടലാസുകൊണ്ട് നിറച്ചൊരു കൊത്തുപണി ചെയ്ത പെട്ടി വഹിക്കുന്നു. ഓരോ ഷീറ്റും ഒഴുകുന്ന കയ്യിൽ ചെറിയ വാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ലോകങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് നൽകാൻ എന്നോട് പറഞ്ഞു. അവൾ പറയുന്നു. ബരാക്കത്ത് ഒരു ചുരുൾ തുറക്കുന്നു. കുറച്ചു വരികൾ മാത്രം. നിഴലില്ലാതെ നടക്കുക, തീയിൽ സംസാരിക്കുക, സ്വന്തം കൈകൊണ്ട് വിഗ്രഹങ്ങളെ കുഴിച്ചിടുക. താമീർ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറയുന്നു. പ്രവചനം പോലെ തോന്നുന്നു, അല്ലെങ്കിൽ കവിത. പിറ്റേ ദിവസം രാവിലെ അവർ പുറപ്പെട്ടു. സിറ തന്നെ വഴിയുടെ ഒരു ഭാഗം നയിച്ചു. അവൾ ഒരിക്കൽ മക്കയിലൂടെ കടന്നു പോയതായി അവകാശപ്പെടുന്നു. അത് മാറുന്നതിന് മുമ്പ്, അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്. അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു, ബരാക്കത്ത് ചോദിക്കുന്നു. അദ്ദേഹം സാധാരണക്കാരനായിരുന്നു, അതാണതിനെ ഭയാനകമാക്കിയത്, അവൾ പറയുന്നു. അവർ കുന്നുകളിൽ പിരിയുന്നു. സിറ മുഖമില്ലാത്തൊരു ചെമ്പു നാണയം ഉപേക്ഷിച്ചു. ഒരു സൂര്യപ്രകാശം മാത്രം. അത് കച്ചവടത്തിന്, പക്ഷെ സാധനങ്ങൾക്ക് വേണ്ടിയല്ല, അവൾ പറയുന്നു. തെക്കോട്ടു പോകുമ്പോൾ ഭൂമി വീണ്ടും ദുർബലമാകുന്നു. ക്ഷമിക്കുന്ന സ്വഭാവമില്ല, ജാഗ്രതയും കുറവാണ്. വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട വിഗ്രഹക്കല്ലുകൾ, അനുഗ്രഹങ്ങൾക്കും ഭാഗ്യത്തിനും വേണ്ടി യാത്രക്കാർ ഒരിക്കൽ കൊണ്ടുപോയിരുന്ന ചെറിയ കൊത്തുപണികൾ എന്നിവ നിറഞ്ഞിരിക്കുന്നു. റോഡരികിൽ ഡസൻ കണക്കിന് വസ്തുക്കൾ വിണ്ടുകീറിയതോ മറിഞ്ഞു വീണതോ മണ്ണിൽ മുഖം താഴ്ത്തി വെച്ചതോ ആയ നിലയിൽ ചിതറിക്കിടക്കുന്നത് ബരാക്കത്ത് കാണുന്നു. തമീർ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. കൊക്കുമുറിഞ്ഞുപോയ ഒരു പരുന്ത് തലയുള്ള ദേവത. ദൈവങ്ങൾ വിരമിക്കുകയാണെന്ന് ഊഹിക്കുക, അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്നു. ബരാക്കത്ത് മറുപടി നൽകുന്നു. ഒരു കാരവൻ സറായിയുടെ അവശിഷ്ടങ്ങൾക്ക് സമീപമുള്ള ഒരു വിള്ളൽ വീണ ദേവാലയത്തിൽ അറബിയിൽ ചുവരെഴുത്തെഴുതിയിരിക്കുന്നത് അവർ കാണുന്നു. ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. അതിനടുത്തായി മറ്റൊരു കയ്യിൽ. പക്ഷേ ഏതാണ്? ബരാക്കത്ത് കുറച്ചുനേരം അവിടെ തങ്ങി നിൽക്കുന്നു. അവനൊന്നും പറയുന്നില്ല. ഒരു കൈ കല്ലിൽ വയ്ക്കുന്നു. വാചകം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതുപോലെ വരണ്ടതും വേഗത്തിലുമുള്ള കാറ്റുയരുന്നു. ആ രാത്രിയിൽ വരണ്ട നദീതടത്തിനടുത്ത് അവർ തമ്പടിക്കുമ്പോൾ നക്ഷത്രങ്ങൾ അസാധാരണമായ വ്യക്തതയോടെ ജ്വലിക്കുന്നു. ഒരു കാവൽക്കാരൻ താൻ ഒരു അഗ്നിവര കാണുന്നു എന്ന് സത്യം ചെയ്യുന്നു. ഒരു പക്ഷേ ഒരു വാൽ നക്ഷത്രം. അത് വെറും ഒരു അക്ഷമനായ വെടിവയ്പ് നക്ഷത്രമാണെന്ന് തമീർ തറപ്പിച്ചു പറയുന്നു. അതേസമയം ബറാക്കത്തിന് പാൽമിറയിൽ നിന്ന് ലഭിച്ച മുദ്രവെച്ച ചുരുൾ ഒടുവിൽ തുറക്കുന്നു. ഉള്ളിൽ പേർഷ്യൻ ഭാഷയിൽ ഒരൊറ്റ വരി: തെക്ക് എന്നേക്കും കാത്തിരിക്കില്ല. ചെങ്കടലിൽ നിന്നിപ്പോൾ ഒരാഴ്ചയിൽ താഴെ മാത്രം അകലെയാണവർ. കുറച്ച് പട്ടണങ്ങൾ, കുറച്ച് ആളുകൾ, കാറ്റും ഓർമ്മയും പിറുപിറുപ്പും മാത്രം. ഓരോ സ്റ്റോപ്പിലും, ഓരോ കിണറിലും, ഓരോ ക്യാമ്പിലും തെക്കൻ മനുഷ്യന്റെ കഥ വളരുന്നു. യുക്തിയും താളവും ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, കൈക്കൂലി നിരസിക്കുകയും എന്നാൽ അഭയാർത്ഥികളെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യൻ. ചിലർ മന്ത്രിക്കുന്നു. ഒരു മനുഷ്യൻ വാളുകൊണ്ടല്ല, വാക്യത്തിലൂടെ ഗോത്രങ്ങളെ മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു. അവർ നീങ്ങുമ്പോൾ കാരവാനി ഇപ്പോൾ കറുവപ്പട്ടയും ഗ്ലാസ് മണികളുമല്ല കൂടുതൽ വഹിക്കുന്നത്. അത് ജിജ്ഞാസ വഹിക്കുന്നു, അത് സംശയം വഹിക്കുന്നു, അത് പ്രതീക്ഷയും വഹിക്കുന്നു. ലാൻഡർ വെളിച്ചത്തിൽ ബറാക്കത്ത് ആ രാത്രി വീണ്ടും എഴുതുന്നു. ഞങ്ങൾ സാധനങ്ങൾ വ്യാപാരം ചെയ്തിരുന്നു, ഇപ്പോൾ ഞങ്ങൾ സത്യങ്ങൾ വ്യാപാരം ചെയ്യുന്നു.
ഹിജാസിലെത്തുന്നതിനു മുമ്പുള്ള അവസാന ദിവസങ്ങൾ ബരാക്കത്ത് അറിഞ്ഞിട്ടുള്ള യാതൊന്നിനോടും സമാനമല്ല. സാമ്രാജ്യത്വ വിപണികളിലുണ്ടായിരുന്ന വലിയ തിരക്കില്ലാതായി. നികുതി പിരിവുകാരും പട്ടുസാരികളും അധികാരത്തിന്റെ സുഗന്ധദ്രവ്യം ധരിച്ച അംബാസിഡർമാരുമില്ലാതായി. അവരുടെ സ്ഥാനത്ത് ഇപ്പോൾ നിശബ്ദത. മണലിൽ കുളമ്പുകളുടെ ശബ്ദവും ഇടയ്ക്കിടെ ഞെട്ടിപ്പറന്നുയരുന്ന പക്ഷികളും കാറ്റ് അതിന്റെ വരികൾ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നതുപോലെ മന്ത്രിക്കുന്നതും മാത്രം. അവർ തെക്കൻ അതിർത്തിയിലേക്ക് പ്രവേശിച്ചു. തമീർ വിളിക്കുന്നതുപോലെ വെളിപാടിന്റെ അതിർത്തികൾ, ആദരവിനേക്കാൾ കൂടുതൽ പരിഹാസത്തോടെ. പക്ഷേ പരിഹാസം വേഗത്തിൽ മങ്ങുന്നു. അവരുടെ ആദ്യ സ്റ്റോപ്പ് ഹലബിയ എന്ന പൊടി നിറഞ്ഞ ഒരു ഔട്ട്പോസ്റ്റാണ്. കഷ്ടിച്ചൊരു ഗ്രാമം, കുറച്ച് കൽക്കുടിലുകൾ, 2 കിണറുകൾ, മരങ്ങൾ ഒളിഞ്ഞു നോക്കുന്നതുപോലെ ചാരി നിൽക്കുന്ന ഒരു ചെറിയ ഈത്തപ്പനത്തോട്ടം. എന്നിട്ടും ഇവിടെയും ആ പേര് അവരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. 13 വയസ്സ് തികയാത്ത ഒരാൺകുട്ടി ബരാക്കത്തിനോട് ചോദിക്കുന്നു, നിങ്ങൾ പ്രവാചകനെ കാണാൻ മക്കയിലേക്ക് പോകുകയാണോ? ബരാക്കത്ത് കണ്ണു ചുമ്മുന്നു. അവരങ്ങനെയാണോ പറയുന്നത്? ആ കുട്ടി ഗൗരവത്തോടെ തലയാട്ടി. അദ്ദേഹം മറ്റുള്ളവരെ പോലെയല്ല. അദ്ദേഹം ഉറക്കെ ശബ്ദിക്കാറില്ല. അതേ രാത്രിയിൽ കിണറ്റിനരികിൽ ഒരു വൃദ്ധൻ വ്യത്യസ്തമായൊരു പതിപ്പ് പറയുന്നു. അദ്ദേഹം ഏകദൈവത്തെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്നു. ആളുകൾ അവരുടെ വംശങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. പഴയ നിയമങ്ങൾ പഴയ വസ്ത്രങ്ങളെപ്പോലെ തോന്നിപ്പിക്കുന്നു. പഴയതൊന്നും യോഗ്യമല്ല. അഭിപ്രായങ്ങൾ പലതാണ്. എന്നാൽ ഒരു സത്യം പുറത്തുവരുന്നു. അത് എല്ലാവരും ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ ഗോത്രരേഖകൾ കടന്നപ്പോഴാണ് നിർണായകമായത്. മതത്തെ മാത്രമല്ല, വാണിജ്യത്തെയും രാഷ്ട്രീയത്തെയും പുരാതന വിശ്വാസങ്ങളെയും തകിടം മറിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന് മുന്നിൽ നടക്കാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകൾ സംസാരിക്കുന്നു. ബരാക്കത്ത് വിചിത്രമായ പാറ്റേണുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ഒട്ടകക്കവചങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നതോ കൂടാരങ്ങളിൽ കെട്ടിയിരിക്കുന്നതോ ആയി ഒരിക്കൽ കണ്ട ചെറിയ കൊത്തുപണികളുള്ള വിഗ്രഹങ്ങൾ പോയി. ഹുബാൽ, അൽ-ലുസ തുടങ്ങിയ പഴയ ദൈവങ്ങളെ സ്തുതിച്ചിരുന്ന മരുഭൂമിയിലെ ഗാനങ്ങൾ മറന്നുപോയതാണോ അതോ നിഷിദ്ധമാണോ? ആശംസകൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവങ്ങളാൽ എന്നതിനു പകരം ആളുകളിപ്പോൾ ദൈവം ഇച്ഛിച്ചാൽ എന്നു പറയുന്നു. പഴയ ദേവന്മാരെ അല്ല, വെറും ഒരാൾ മാത്രം. എപ്പോഴും നിരീക്ഷകനായ തമീർ അതാദ്യം പറയുന്നു. നമ്മളിപ്പോൾ പുതിയൊരു നാട്ടിലാണ്. ഇവിടെ ഒരു പുതിയ മതം രൂപപ്പെട്ടിരിക്കുന്നു. തനീം എന്ന പാതി തകർന്നൊരു സ്റ്റേഷനിൽ അവർ റഷീദ എന്ന സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അവൾ സാധാരണ വസ്ത്രങ്ങളും മൂർച്ചയുള്ള മനസ്സും ധരിച്ച് ഒരു കാരവൻ സ്റ്റോപ്പ് നടത്തുന്നു. അതൊരു തരത്തിലുള്ള അനൗപചാരിക സ്കൂൾ കൂടിയാണ്. കുട്ടികൾ കളിമൺ ഫലകങ്ങളിൽ എഴുതുമ്പോൾ വാക്യങ്ങൾ ചൊല്ലുന്നു. സബായിക് അല്ലെങ്കിൽ ഗ്രീക്കിലല്ല, മറിച്ച് അറബിയിലാണ്. താളാത്മകമായ മിക്കവാറും സംഗീത വരികൾ. ബരാഗത്ത് നിഴലുകളിൽ ശ്രദ്ധിക്കുന്നു. പറയുക, അവനാണ് ദൈവം, അവൻ ഏകനാണ്. അവനാണ് നിത്യനായ ദൈവം. ആട്മണലിലെ ചുവടുകൾ പോലെ നീങ്ങുന്ന രീതി അവൻ അതിൻ്റെ താളം അവൻ്റെ നെഞ്ചിൽ അനുഭവിക്കുന്നു. റഷീദ അവർക്ക് ഈന്തപ്പഴവും വാർത്തകളും നൽകുന്നു. അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നു. കാബയ്ക്കടുത്ത് ചിലർ കേൾക്കുന്നു, ചിലർ ഗൂഢാലോചന ചെയ്യുന്നു. അവൾ പറയുന്നു. ബരാഗത്ത് നിശബ്ദമായി ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അവൾ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു. പഴയ ലോകം അവസാനിക്കുകയാണ്. അതൊരു പകരക്കാരനെ എപ്പോഴും കാത്തിരുന്നു. തെമീറിന് ഇപ്പോഴും എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് വ്യക്തമാകുന്നില്ല. എന്നാൽ 2 ദിവസത്തിനു ശേഷം ഒറ്റയ്ക്കൊരു സവാരിക്കാരൻ അവരുടെ വഴി മുറിച്ചു കടക്കുന്നു. അയാൾ അധികം സംസാരിക്കുന്നില്ല. ആ മനുഷ്യൻ ലളിതമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അയാളുടെ മുഖം മൃദുവാണെങ്കിലും ദയയുള്ളതാണ്. നെഞ്ചിൽ ഒരു തുണിസഞ്ചിയുണ്ട്. അത് കരുതലോടെ കെട്ടിയിരിക്കുന്നു. അവർ അദ്ദേഹത്തിന് വെള്ളം നൽകുന്നു. അദ്ദേഹം നന്ദി പറയുന്നു. മക്ക അലറുന്നില്ല, അത് മൂളുന്നു. ബരാക്കത്ത് എന്തോ മഹത്തായ സാമ്രാജ്യത്വപരമായ എന്തോ ഒന്ന് പ്രതീക്ഷിക്കുന്നു. പഴയത് അയാൾ കണ്ടെത്തുന്നു. കൂടുതൽ ലളിതം, എന്നാൽ അത്ര ശക്തമല്ല. നഗരം ഒരു ഇരിക്കുന്ന മൃഗത്തെപ്പോലെ താഴ്വരയിൽ ചുറ്റിത്തിരിയുന്നു. താഴ്ന്ന കല്ല് കെട്ടിടങ്ങൾ, ഇടുങ്ങിയ പാതകൾ, എല്ലായിടത്തും പ്രതീക്ഷയുടെ മുഴക്കം. കാഴ്ബ ഹൃദയഭാഗത്ത് വ്യക്തവും ചതുരവുമായി ഇരുണ്ട തുണിയും ചരിത്രവും കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്നു. തീർത്ഥാടകർ അതിനെ ചുറ്റുന്നു. തണലുള്ള സ്റ്റാളുകളിൽ നിന്ന്
വ്യാപാരികൾ വിളിക്കുന്നു. ലാത്ത്, മനാത്ത്, ഹുബാൽ, മറ്റുള്ളവ. കാഴ്ബയുടെ ചുറ്റളവിൽ ഇപ്പോഴും വിഗ്രഹങ്ങളുണ്ട്. പക്ഷേ അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതായി തോന്നുന്നു. അവർ ദൈവങ്ങളെപ്പോലെയല്ല, അവർ വെറും പ്രാധാന്യമല്ലാത്ത പ്രതിമകളെപ്പോലെയായിരിക്കുന്നു. ബരാക്കത്ത് അവരെ നിരീക്ഷിക്കുകയും അതിലൂടെയൊക്കെ നടക്കുകയും ചെയ്യുന്നു. കാരവാൻ സംഘം എളിമയുള്ള ഒരു താമസം സ്വീകരിക്കുന്നു. വാതിൽക്കൽ കാവൽക്കാരെ നിർത്താൻ തമീർ നിർബന്ധിക്കുന്നു. ഈ നഗരം പുഞ്ചിരിക്കുന്നു, പക്ഷേ അതിൻ്റെ പല്ലികൾ മൂർച്ചയുള്ളതാണ്. പിറ്റേന്ന് രാവിലെ അവർ മാർക്കറ്റ് സന്ദർശിക്കുന്നു. അവിടെ എല്ലാ സാധനങ്ങളും വിൽക്കുന്നുണ്ട്. എന്നാൽ ആളുകൾ യഥാർത്ഥത്തിൽ വ്യാപാരം ചെയ്യുന്നത് ആശയങ്ങളാണ്. അദ്ദേഹം അബ്രഹാമിൻ്റെ വംശപരമ്പരയാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അദ്ദേഹം ചന്ദ്രനെ പിളർന്നു എന്നവർ പറയുന്നു. എൻ്റെ കസിൻ പറയുന്നു അദ്ദേഹം നന്നായി സംസാരിക്കുന്നു എന്ന്. സുഗന്ധദ്രവ്യങ്ങൾ പോലും അഭിപ്രായം വഹിക്കുന്നതായി തോന്നുന്നു. ഒരു കടയിൽ വാക്യങ്ങളുള്ള ചെറിയ ചുരുളുകൾ വിൽക്കുന്നു. കൈകൊണ്ട് പകർത്തിയ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണെന്ന് മന്ത്രിക്കുന്നു. അതിൽ ഒന്ന് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: പ്രഭാതത്തിൻ്റെ വെളിച്ചത്താൽ, ഇരുട്ടുമൂടുന്ന രാത്രിയാൽ. ബരാക്കത്ത് 3 വാങ്ങി ശ്രദ്ധാപൂർവം മടക്കി സിറയിൽ നിന്നുള്ള നാണയത്തിൻ്റെയും ഒബ്സീഡിയൻ കഷ്ണത്തിൻ്റെയും അതേ സഞ്ചിയിൽ വയ്ക്കുന്നു. പിന്നെ അത് സംഭവിക്കുന്നു. സന്ധ്യാസമയത്ത് കാബയ്ക്ക് സമീപം ബറാക്കത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. കുതിച്ചുചാട്ടമില്ല, ഇടിമുഴക്കമില്ല, വ്യക്തമാണ്. ഒരു മനുഷ്യൻ വിശുദ്ധ ഘടനയുടെ അരികിൽ നിൽക്കുന്നു. 30 പേരടങ്ങുന്ന ഒരു സംഘത്തോട് സംസാരിക്കുന്നു. ചിലർ ശ്രദ്ധിക്കുന്നു, ചിലർ പരിഹസിക്കുന്നു. ഒരാൾ ഒരു പിടി മണൽ എറിയുന്നു. ആ മനുഷ്യൻ പതറുന്നില്ല. ബറാക്കത്തിന് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. സംസാരിക്കുന്നയാൾ ഇടത്തരം ഉയരമുള്ളവനാണ്. ലളിതമായ തുണി ധരിച്ചിരിക്കുന്നു. താടി ഇരുണ്ടതും വെട്ടിയൊതുക്കിയതുമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഉറച്ചതാണ്. അദ്ദേഹം സംസാരിക്കുന്നത് ഒരു പ്രസംഗകനെയോ ജനറലിനെയോ പോലെയല്ല, മറിച്ച് താൻ ഇപ്പോൾ കണ്ട ഒരു കാര്യം അടിയന്തരമായി, സൗമ്യമായി, അവഗണിക്കാൻ കഴിയാത്തത് വിവരിക്കുന്ന ഒരാളെപ്പോലെയാണ്. പേര് ഉച്ചരിക്കുന്നില്ല, പക്ഷേ ഇത് അദ്ദേഹമാണ്. ബറാക്കത്ത് അത് അനുഭവിക്കുന്നു. മുഹമ്മദ് നബി. അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം ഏകത്വത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വാക്യമായി പതുക്കെ വെളിപ്പെടുത്തപ്പെടുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചും എല്ലാ പ്രവർത്തികളെയും തൂക്കി നോക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചും സംസാരിക്കുന്നു. എന്നാൽ പ്രധാനമായും അദ്ദേഹം തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ സ്വതന്ത്രനായി ജനിച്ചു, നിങ്ങൾ ബന്ദികളാകരുത്, അദ്ദേഹം പറയുന്നു. പ്രവാചകൻ മദീനയിലേക്കുള്ള കുടിയേറ്റത്തിന് മുമ്പ് ഏതൊക്കെ പൊതുപ്രസംഗങ്ങളാണ് നടത്തിയതെന്ന് ചരിത്രകാരന്മാർ വാദിക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദം അദ്ദേഹത്തെ മദീനയിലേക്കുള്ള യാത്രയ്ക്ക് നിർബന്ധിച്ചതുവരെ അദ്ദേഹം കൂടുതലും സ്വകാര്യമായി സംസാരിച്ചിരുന്നുവെന്ന് സംസാരിക്കുന്നു. ഇതുപോലുള്ള ചെറിയ ജനക്കൂടങ്ങൾ സാധാരണയായിരുന്നുവെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്രത്തോളം പരസ്യമായെന്നതിനാലാണ് നഗരത്തിലെ പിരിമുറക്കം വർദ്ധിച്ചതെന്നും ചിലർ സൂചിപ്പിക്കുന്നു. ഈ നിമിഷത്തിൽ ബരാക്കത്ത് ആ സത്യം തിരിച്ചറിയുന്നു. ഇത് സൈന്യങ്ങളുടെ നീക്കമല്ല, ഇത് ചെവികളുടെ ചലനമാണ്. പിന്നീട് അവരുടെ ക്വാർട്ടേഴ്സിൽ തമീർ പറയുന്നു, അദ്ദേഹം ചിലപ്പോൾ കൊല്ലപ്പെടും, അല്ലെങ്കിൽ നാടുകടത്തപ്പെടും. ബരാക്കത്ത് ഒന്നും പറയുന്നില്ല. അദ്ദേഹം വളരെ ശാന്തനാണ്. പറയുന്നത് ശരിയാണെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ തമീർ കൂട്ടിച്ചേർക്കുന്നു. ബരാക്കത്ത് തൻ്റെ നോട്ട്ബുക്കിൽ ഒരു വരി എഴുതുന്നു. അദ്ദേഹം ഒന്നും വിൽക്കാനല്ല ഇവിടെ വന്നത്, അതാണ് അദ്ദേഹത്തെ ഇവിടെ പ്രശസ്തനാക്കുന്നത്. അവർ മക്കയിൽ മറ്റൊരു ദിവസം ചിലവഴിക്കുന്നു. പ്രവാചകന്റെ അമ്മാവനെ അറിയാമെന്ന് അവകാശപ്പെടുന്ന ഒരു കസിന്റെ കസിൻ ബരാക്കത്തിനെ കണ്ടുമുട്ടുന്നു. ഒരു വാചകം ഉറക്കെ ചൊല്ലിയതിനു ശേഷം തന്റെ മാവ് കൂടുതൽ നേരം പുതുമയോടെ ഇരിക്കുമെന്ന് ഒരു ബേക്കർ പറയുന്നു. വിഗ്രഹങ്ങൾ ഉടൻ വീഴുമെന്ന് ഒരു ഭിക്ഷകാരൻ അവരോട് പറയുന്നു. എനിക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു, മേഘങ്ങളില്ലാത്ത ഇടിമുഴക്കത്തിന്റെ സ്വപ്നങ്ങൾ. അതിർത്തി പണ്ഡിതന്മാർ സ്വപ്ന സിദ്ധാന്തത്തെ ഇഷ്ടപ്പെടുന്നു. ഇസ്ലാമിന്റെ ആദ്യകാല അനുയായികൾ യുക്തിയാൽ മാത്രമല്ല, കൂട്ടായ പ്രതീകാത്മക സ്വപ്നങ്ങളുടെ ഒരു തരംഗത്താൽ, അതായത് ഒരുതരം ഉപബോധ മനസ്സിന്റെ വിപ്ലവത്താലാണ് പ്രേരിതരായതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. മുഖ്യധാരാ ചരിത്രകാരന്മാർ കണ്ണുകൾ ഉരുട്ടുന്നു. ബരാക്കത്തോ, അദ്ദേഹം ഇതെല്ലാം ശ്രദ്ധിക്കുന്നു. അവർ പ്രവാചകനോട് നേരിട്ട് സംസാരിക്കുന്നില്ല, പക്ഷേ അവർക്കങ്ങനെ ചെയ്യേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള എല്ലാം, വാക്യങ്ങൾ, മന്ത്രിപ്പുകൾ, അദ്ദേഹത്തിന്റെ വാക്കുകളെ പിന്തുടരുന്ന നിശബ്ദത, ഇതെല്ലാം ഏർക്കനബെ വായുവിനെ പുനർനിർമ്മിക്കുകയാണ്.
അവർ പോകുന്നതിനു മുമ്പ് ബരാക്കത്ത് കാബയുടെ ചുറ്റളവിൽ ഒറ്റയ്ക്ക് നടക്കുന്നു. ഒരു അടഞ്ഞ വ്യാപാരപാതയ്ക്കുള്ള അവസാന പ്രതിഫലം പോലെ അയാൾ അവിടെ ഒരു ഗ്രാമ്പു അവശേഷിപ്പിക്കുന്നു. പിന്നെ അയാൾ തിരിഞ്ഞു നടക്കുന്നു. മടക്കയാത്ര അവരെ ഇവിടെ എത്തിച്ച പാത പോലെയല്ല. സാമ്രാജ്യ അകമ്പടികളില്ല, അഗ്നിക്ഷേത്രങ്ങളില്ല, കൊത്തിയെടുത്ത മേൽക്കൂരകൾക്ക് താഴെ പിരിമുറുക്കമുള്ള വിരുന്നുകളില്ല. മരുഭൂമി മാത്രം. എല്ലാം അളക്കാൻ കഴിയാത്ത ഒരു ഡിഗ്രിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന തോന്നൽ. ബരാഗത്ത് നിശബ്ദതയിൽ യാത്രാസംഘത്തെ നയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു. ചരക്ക് മാനിഫെസ്റ്റുകളോ വഴികളോ അല്ല, മറിച്ച് പേരുകൾ, വാക്യങ്ങൾ, ചോദ്യങ്ങൾ എന്നിവയാൽ. അദ്ദേഹം 3 ചുരുളുകൾ, ഒരു ചെമ്പ് നാണയം, ഒരു ഒബ്സിഡിയൻ ഷാർഡ്, അയാൾ സംസാരിക്കുക പോലും ചെയ്യാത്ത ഒരു ശബ്ദം എന്നിവ വഹിക്കുന്നു. പക്ഷേ എങ്ങനെയോ അദ്ദേഹം അത് കേൾക്കുന്നു. ദുമത്താൽ ജന്താലിനടുത്തുള്ള ഉയർന്ന മണൽ അവർ കടക്കുന്നു. അവിടെ അവർ കണ്ടുമുടിക്കുന്ന വ്യാപാരികൾ ഇതിനകം കേട്ടിട്ടുണ്ട്. മക്കയിലെ പ്രവാചകൻ നിർത്താൻ വിസമ്മതിക്കുന്നു. ഭയം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ കരുതും. പക്ഷേ അദ്ദേഹം മുന്നോട്ടു പോകുന്നു. ഒരാൾ പറയുന്നു. ഒടുവിൽ തമീർ. അവർ ഇരുവരും ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ പറയുന്നു. അവർ അദ്ദേഹത്തെ കൊന്നാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നിലനിൽക്കും. ബരാഗത്ത് ഉത്തരം പറയുന്നില്ല. പകരം മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഒരു പരുന്തിനെ അയാൾ ചൂണ്ടിക്കാണിക്കുന്നു. അവർ വീണ്ടും പാൽമറിയിലെത്തുമ്പോഴേക്കും നഗരം മാറിയിരിക്കുന്നു. അല്പം നിശബ്ദമായിരിക്കുന്നു. ഒരു വിഗ്രഹ സ്റ്റാൾ അടച്ചു. ഒരു പുതിയ വ്യാപാരി ഈന്തപ്പന്നയുടെ പുറന്തൊലിയിൽ കൊത്തിയെടുത്ത വാക്യങ്ങൾ വിൽക്കുന്നു. ഒരു സഞ്ചാര സംഗീതജ്ഞൻ ഒരു രാഗം ആലപിക്കുന്നു. അത് സൂക്ഷിച്ചു കേൾക്കുമ്പോൾ വേഷം മാറിയുള്ള ഒരു പ്രാർത്ഥനയാണ്. പേർഷ്യൻ ദൂതന്മാർ പോയി. അവരുടെ ക്യാമ്പിലിപ്പോൾ അറബ് എഴുത്തുകാർ പുതിയ രചനകൾ പകർത്തുന്നു. സൊറാസ്ട്രിയൻ കീർത്തനങ്ങളല്ല. സമീപതയെന്തോ, ഇപ്പോഴും എന്തോ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ബരാഗത്ത് കൊളോണേഡുകളിലൂടെ നടക്കുന്നു. പുതിയ അക്ഷരമാല പഠിക്കുന്ന ഒരു ലോകത്തിലൂടെ താൻ നടക്കുന്നതായി തോന്നുന്നു. മുഹമ്മദ് നബിയുടെ സന്ദേശം പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇസ്ലാം എങ്ങനെ വേഗത്തിൽ വ്യാപിച്ചുവെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ഏകദൈവ വിശ്വാസത്തിന്റെ ആകർഷണമായിരുന്നോ അത്? സസാനിയൻ ബൈസന്റൈൻ അതിർത്തികളുടെ തകർച്ച, പ്രവാചകന്റെ കരിഷ്മ, ഒരുപക്ഷെ എല്ലാം. ലോകം തളർന്നുപോയി. ആത്മീയമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി. ആ ക്ഷീണത്തിലേക്ക് ഒരാൾ കടന്നുവന്നു. ഒരു ദൈവമുണ്ട്, നിങ്ങളെ മറക്കില്ല എന്ന് ലളിതമായി പറഞ്ഞു. യാത്രാസംഘം പെട്രയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ബരാക്കത്ത് ഇപ്പോൾ എന്താണ് വ്യാപാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് തമീർ ചോദിക്കുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളല്ല, ഇനി വേണ്ട, അദ്ദേഹം പറയുന്നു. ചുരുളുകൾ അതുപോലുമില്ല. അദ്ദേഹം തന്റെ നോട്ട്ബുക്ക് എടുത്ത് ഒരു പേജ് കീറി തമീറിന് നൽകുന്നു. ലോകം മന്ത്രിക്കുമ്പോൾ നടക്കുക, അത് അലറുമ്പോൾ എഴുതുക, അത് കരയുമ്പോൾ ശ്രദ്ധിക്കുക. തമീർ അത് ശ്രദ്ധാപൂർവം മടക്കുന്നു. ആരെങ്കിലും അത് കേൾക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ അത് കൊണ്ടുപോകുന്നത്, ബരാക്കത്ത് പറയുന്നു. അവർ വടക്കോട്ട് സഞ്ചരിക്കുന്നു. വായു തണുക്കുന്നു. നക്ഷത്രങ്ങൾ കൂടുതൽ പരിചിതമാണ്, പക്ഷേ ഒന്നും ഒരുപോലെ തോന്നുന്നില്ല. അവ പഴയ കേരവേൻ അടയാളങ്ങൾ കടന്നു പോകുന്നു. പക്ഷേ ഇപ്പോൾ ഓരോന്നും ഇതിനകമേ പോയ ഒരു ലോകത്തിൽ നിന്നുള്ള ഒരു അവശിഷ്ടം പോലെ തോന്നുന്നു. പെട്രയിൽ ചുവന്ന കല്ല് കെട്ടിടങ്ങൾ അവരെ ഓർമ്മ പോലെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇവിടെ പോലും മാറ്റം ആരംഭിച്ചു. വെള്ളം വിൽക്കുന്നയാളിന് പിന്നിൽ ഒരു കുട്ടി അറബിയിൽ പാട്ടുകൾ പാടുന്നു. ബരാക്കത്തിന്റെ വീടിനടുത്തുള്ള ചുമരിൽ എഴുതിയിരിക്കുന്ന ഒരു സന്ദേശം ഇങ്ങനെയാണ്: സത്യം നടക്കുന്നു, ബാക്കിയെല്ലാം പിന്നാലെ വരുന്നു. അയാൾ പതുക്കെ പാക്ക് തുറക്കുന്നു. ചടങ്ങില്ല, സ്ഥാപിക്കൽ മാത്രം. ഒരു ഷെൽഫിൽ ചുരുളുകൾ, മറ്റൊന്നിൽ ഒബ്സീഡിയൻ. വാതിലിൻ്റെ അടുത്തുള്ള ഒരു സഞ്ചിയിലെ ചെമ്പ് നാണയം. അടുത്തായി വടക്കോട്ട് പോകുമെന്ന് തമീർ പറയുന്നു. ഒരുപക്ഷെ ഡമാസ്കസ് ആകാം, ഒരുപക്ഷെ കൂടുതൽ ദൂരം. ബരാക്കത്ത് തലയാട്ടി. ശ്രദ്ധിച്ചു പോകൂ. ജനാലകൾ തുറന്നിട്ടാണ് ബരാക്കത്ത് ആ രാത്രി ഉറങ്ങുന്നത്. മരുഭൂമിയിലെ കാട്ടിന് കറുവപ്പട്ടയുടെയും പൊടിയുടെയും നേരിയ ഗന്ധമുണ്ട്. അവൻ തീജ്വാലകളെ സ്വപ്നം കാണുന്നു, പക്ഷേ നാശമല്ല, പ്രകാശം. ലോകം തന്നെ പദ്യത്തിൽ മന്ത്രിക്കാൻ തുടങ്ങുന്നതുവരെ വായുവിൽ എഴുതിയ വാക്കുകൾ ക്യാമ്പിൽ നിന്ന് ക്യാമ്പിലേക്ക്, വ്യാപാരിയിൽ നിന്ന് വ്യാപാരിയിലേക്ക് കൊണ്ടുപോകുന്നു. അവന്റെ സ്വപ്നത്തിൽ കാബ നക്ഷത്രങ്ങൾക്ക് കീഴിൽ തിളങ്ങി നിൽക്കുന്നു. ഇപ്പോൾ മരുഭൂമി ശാന്തമാകുകയും
ഒട്ടകങ്ങൾ വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നിശ്ചലതയിലേക്ക് മടങ്ങാം. തലയ്ക്കു മുകളിലൂടെയുള്ള നക്ഷത്രങ്ങൾ, ഒരിക്കൽ പെട്ര, പൽമിറ, പെർസെപ്പോളിസ് എന്നിവയെ നിരീക്ഷിച്ച അതേ നക്ഷത്രങ്ങൾ ഇപ്പോൾ നമ്മളെ സൗമ്യമായി നോക്കുന്നു. ബരാക്കത്ത് സഞ്ചരിച്ച റോഡുകൾ യഥാർത്ഥമാണ്, അതെ, പക്ഷേ അവയും മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ താളങ്ങൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. അർത്ഥം വഹിക്കാനുള്ള, കഥകൾ നൽകാനുള്ള, കാലത്തിന്റെ മണൽക്കൂനകൾക്കിടയിലൂടെ ബന്ധിപ്പിക്കാനുള്ള ആവശ്യകത. ഒരുപക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരു യാത്രാസംഘത്തെ നയിച്ചിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ ചെരുപ്പുകൾ കിടപ്പുമുറിയിലെ സ്ലിപ്പറുകളായിരിക്കാം. പക്ഷേ യാത്രയാണോ, ചക്രവാടത്തിനപ്പുറം എന്തെങ്കിലും തിരയുന്നതിന്റെ വികാരമാണോ, അത് നിങ്ങളുടേതും കൂടിയാണ്. ബരാക്കത്ത് ഒരു പ്രവാചകനെ കണ്ടെത്താൻ പുറപ്പെട്ടതല്ല, അദ്ദേഹം വ്യാപാരം ചെയ്യാൻ പുറപ്പെട്ടതാണ്. ലാഭം കണക്കാക്കാൻ, അതിജീവിക്കാൻ. എന്നിട്ടും അദ്ദേഹം നേരിട്ടത് വ്യാപാര വസ്തുക്കളേക്കാൾ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരുന്നു. സാമ്രാജ്യങ്ങൾ നിശബ്ദമായി വിറയ്ക്കുന്ന, ദൈവങ്ങൾ പീഠങ്ങളിൽ നിന്ന് വഴുതി വീഴുള്ള ഒരു മനുഷ്യന്റെ ശബ്ദം, അളന്നതും ശാന്തവും തടസ്സമില്ലാത്തതും വിശ്വാസത്തിന്റെ ഭൂപടം പുനർനിർമ്മിക്കാൻ തുടങ്ങിയ ഒരു ലോകത്തെ അദ്ദേഹം ഓർക്കുന്നു. ഒരു സൈന്യവുമുണ്ടായിരുന്നില്ല, വലിയ ബാനറുമില്ല, ഒരു സന്ദേശം മാത്രം, ഒരു വഴിയും. എന്തെങ്കിലും മാറ്റാൻ ഒരുപക്ഷേ അത് മതിയാകും. ഇപ്പോൾ നിങ്ങളുടെ ശ്വാസം മന്ദഗതിയാകുകയും കണ്ണുകൾ വിശ്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ആ അവസാന നിമിഷം സങ്കൽപ്പിക്കുക. ഒരു ചുവന്ന കുന്നിന് പിന്നിൽ അപ്രത്യക്ഷമാകുന്ന കാരവാൻ, സാഡിൽ ബാഗുകൾ കരുകി തിരുക്കിവച്ചിരിക്കുന്ന ചുരുളുകൾ, കാറ്റിൽ പറന്നുയരുന്ന ഒരു വാക്യത്തിന്റെ നേരിയ പ്രതിധ്വനി. ഇപ്പോഴെല്ലാം ശാന്തമാണ്, സുരക്ഷിതവും. ഇന്ന് രാത്രി നിങ്ങൾ വളരെ ദൂരം സഞ്ചരിച്ചു.